അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സുലേഖ ആൻറ്റിയാണ്. തൻ്റെ ജീവിതത്തിൽ താൻ കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ മുഴുവനുമായും കേൾക്കുക. കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്കറിയാം ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുവാൻ, കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുവാൻ മുഖാന്തരമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയ സുലേഖ ആൻറ്റി കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്ന തൻ്റെ അനുഭവങ്ങൾ, അതിന് മുൻപും പിമ്പുമുള്ള തൻ്റെ ഇപ്പോഴത്തെ അനുഭവങ്ങളും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആയാൽ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ മറന്നു പോകാതെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാം. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സുലേഖ ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമീപിച്ചൊഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളും. എൻ്റെ പേര് സുലേഖ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് പ്രദേശത്ത് താമസിക്കുന്നു. എനിക്ക് ഭർത്താവ് 3 മക്കളും 5 ചെറുമക്കളും ഉണ്ട്. അവർ 3 പേരും 3 സ്ഥലങ്ങളിൽ താമസിക്കുന്നു. മൂത്ത മകൻ കുടുംബമായി ദുബായിൽ, മകൾ തിരുവല്ലയിൽ താമസിക്കുന്ന കുടുംബമായി, ഇളയ മകൻ എറണാകുളത്ത് കുടുംബമായി താമസിക്കുന്നു. 3 പേരും ജോലിയുടെ അനുബന്ധത്തിൽ അവരുടേതായ സ്ഥലങ്ങളിൽ താമസിക്കുന്നു. ഇപ്പോൾ ഈ ഭവനത്തിൽ ഞാനും എൻ്റെ ഭർത്താവും മാത്രമാണ് ഉള്ളത്. എൻ്റെ ഭർത്താവ് ദീർഘനാളുകൾ ഗൾഫിലായിരുന്നു. ഇപ്പോൾ 13 വർഷമായി നാട്ടിലുണ്ട്. ഞങ്ങൾ 2 പേരും ഇവിടെ ഭവനത്തിലായിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അച്ഛൻ മാധവൻ, അമ്മ സരള. അമ്മ ഹൗസ് വൈഫായിരുന്നു, അച്ഛൻ ഒരു ബിസിനസ് ആയിരുന്നു. 2 പേരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് മരിച്ചുപോയി. പിന്നെ എൻ്റെ ബാല്യം ചിറയൻകീഴാണ് ഞാൻ ജനിച്ചു വളർന്നത്. ബാല്യകാല അവസ്ഥയൊക്കെ പറയുന്നത് ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. ഹിന്ദു കുടുംബം എന്ന് പറയുമ്പോൾ തീർത്തും ഒരു തീവ്രവാദ ഹിന്ദു എന്ന് തന്നെ പറയാം. കാരണം എൻ്റെ അച്ഛനും അമ്മയോടും ചേർന്ന് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛൻ, ഞങ്ങൾ മുറ്റത്ത് തന്നെ എൻ്റെ അപ്പച്ചിമാർ, അവരുടെ മക്കൾ, അങ്ങനെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി അനുസരിച്ചുള്ള ഒരു ഭവനത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ അച്ഛൻ്റെ അമ്മ വളരെ ഭക്തിയുള്ളൊരു സ്ത്രീയായിരുന്നു. എൻ്റെ അച്ഛമ്മ ഞങ്ങളുടെ വീട്ടിൽ ഒരു മുറി തന്നെ, ഒരു ക്ഷേത്രം പോലെ പൂജാ വിഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു മുറിയായിരുന്നു. ഞങ്ങൾക്ക് മരിച്ചുപോയ വ്യക്തികളെ, ചില പ്രത്യേക രോഗങ്ങൾ വന്ന് മരിച്ച വ്യക്തികളൊക്കെ പ്രത്യേകം സ്ഥാപിച്ച് വിളക്ക് വയ്ക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അതായത് മസൂരി പോലുള്ള രോഗം വന്ന് മരിക്കുന്നവർക്ക് പ്രത്യേകം ആൾത്തറ കൂട്ടി അവിടെ വിളക്ക് കത്തിക്കുക. അവരെ മന്ത്രമൂർത്തി എന്ന് പറയും. അവരെ പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടെന്ന് പറയും. പരീക്ഷയ്ക്കൊക്കെ ഞങ്ങൾ പോകുമ്പോൾ അവിടെ കൊണ്ട് പേന വെച്ച് പ്രാർത്ഥിച്ചാണ് പോകുന്നത്. പിന്നെ കുടുംബക്ഷേത്രങ്ങൾ പ്രത്യേകം വേറെയുണ്ട്. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ചരിത്ര പ്രസിദ്ധമായ ഒരു വളരെ ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രം, ഇങ്ങനെയൊക്കെ പ്രശസ്തമായ ക്ഷേത്രങ്ങളും ചുറ്റുപാടുകളും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലൊരു ഭവനത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. കുഞ്ഞുനാളിൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 5 മക്കൾ. ഞാൻ ഏറ്റവും മൂത്തത്. എനിക്ക് ഇളയത് 4 പേര് സഹോദരങ്ങൾ. ഒരു സഹോദരന്, ഇളയത് 3 സഹോദരിമാരും. ഈ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന അപ്പച്ചിയുടെ മക്കളായ 6 പെൺകുട്ടികൾ. ഞങ്ങൾ എല്ലാവരും തന്നെ, ഞങ്ങൾക്ക് ഓരോരോ ജോലികൾ എൻ്റെ വലിയമ്മച്ചി പകുത്ത് തരും. ഉച്ചയ്ക്ക് ശേഷം, അതായത് വിളക്ക് വയ്ക്കുവാനും മാല കെട്ടുവാനും പൂ പറിക്കുവാനും പൂജിക്കുവാനും മന്ത്രങ്ങളെല്ലാം പറഞ്ഞു തന്ന് ഞങ്ങളെ വളർത്തി വളരെ അടുക്കും ചിട്ടയിലുമാണ്. കുഞ്ഞുനാളിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് എനിക്ക് വിശ്വാസത്തിലൊരു, ഞങ്ങളുടെ ഹൈന്ദവ വിശ്വാസത്തിൽ വളർന്നു വന്നത്. ഞായറാഴ്ച പൊങ്കാല, ഒരുപാട് വ്രതങ്ങള് കുഞ്ഞുനാളിലേ ഞങ്ങളെ കൊണ്ട് പിടിപ്പിക്കാം. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർന്ന് വന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഹൈന്ദവരുടെ ഇടയിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു. അതായത്
ഞങ്ങളുടെ നക്ഷത്രം നോക്കി നല്ല നക്ഷത്രമുള്ളവർ വീട്ടിൽ ഒരു മാസത്തിന്റെ 1-ാം തീയതി, മലയാള മാസത്തിന്റെ 1-ാം തീയതി ഒരു വീട്ടിൽ ആദ്യമായി ചെന്ന് രാവിലെ കയറിയാൽ ആ വീട്ടിൽ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞ് ചില നക്ഷത്രക്കാരെ തിരഞ്ഞെടുക്കും. അങ്ങനെ എന്നെയും തിരഞ്ഞെടുത്ത് എല്ലാ മലയാള മാസം 1-ാം തീയതി ഞങ്ങളുടെ പരിസരത്തുള്ള ചില വീട്ടുകളിൽ വെളുപ്പിനെ പോകണം. അവിടെ ചെന്ന് 2-3-4 മിനിറ്റ് അവിടെ ഇരിക്കും. ചിലർ ഒരു ഗ്ലാസ് കാപ്പിയും തരും, 25-50 പൈസയൊക്കെ തരും. അതാണ് പൈസയാണ്. അങ്ങനെ 3-4-5-6 വീട്ടിൽ പോകും. ഓരോ മാസം അങ്ങനെ പോയി ആ ഒരു ആചാരം ഹൈന്ദവരുടെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ നമ്മുടെ ഹൈന്ദവരുടെ ഇടയിൽ എന്തോ പൊതി വെട്ടെന്നും കമ്പേറടിച്ചെന്നും പറഞ്ഞിട്ടൊക്കെ ചില നിയമങ്ങൾ, അതൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടുന്ന് പോയിട്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ അത് കണ്ടിട്ടില്ല. അതായത് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ അത് ആരെങ്കിലും നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വയറ്റിൽ എന്തെങ്കിലും അസുഖം വന്നാൽ അത് അവർ പൊതി വെട്ടതാണ്. അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ ആഹാരം കഴിച്ച് നമുക്ക് ഒരു അസ്വസ്ഥത വന്നാൽ അത് മരിച്ചുപോയ ചാവ് പൊതി വെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനൊരു കൊതിക്കോതുന്നൊരു മന്ത്രമുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും പിള്ളേരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ അവരുടെ ദേഹത്ത് വല്ല പൊള്ളലോ വല്ല ചണങ്ങ പനിയോ വന്നാൽ അത് പിള്ളേരെ കൺപേർ വെട്ടതാണ്, അതിനൊരു മന്ത്രമുണ്ട്. ഇതൊന്നും നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ ഒക്കാത്തതുകൊണ്ട് മണലിൽ എഴുതിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ബന്ധുവായ ഒരു പൂജാരി എഴുതിയിട്ട് അത് ബുക്കിൽ എഴുതി ഞാനത് കാണാതെ പഠിച്ച് എത്രയോ തവണ അത് പറഞ്ഞ് വേണം നമ്മൾ എത്ര ലക്ഷം ഉരുവിട്ടാണ് അത് കാണാതെ നമ്മൾ ഹൃദയസ്ഥമാക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് ചെയ്യണം. ഞാനത് ചെയ്ത് 8-ാം ക്ലാസ് മുതൽ ഒതുക്കി ഓതാനും വെള്ളം ഓതാനും പിന്നെ ഇതുപോലെ 1-ാം തീയതി ഇരിക്കാൻ പോകാനും പിന്നെ ക്ഷേത്രങ്ങളിൽ വെളുപ്പിനെയുള്ള പൂജ കാണുവാനും ഞായറാഴ്ച വ്രതം എടുക്കാനും വെള്ളിയാഴ്ച വ്രതം, ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് എല്ലാ ദിവസവും വ്രതം എടുക്കാം. ഓരോ ദൈവത്തിനും ഓരോ ദിവസത്തെ വ്രതങ്ങളാണ്. അങ്ങനെയൊക്കെ വളരെ ഭക്തിയുള്ള ഒരു കുടുംബത്തിൽ ആണ് ഞങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ട് വന്നത്. അത് വളരെ മനസ്സിന് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വളരെ ഒരു ഉത്തേജനവും സന്തോഷവും ഒക്കെ, അന്നത്തെ മതിൽക്കെട്ടും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് എല്ലാ വീട്ടുകാരും ഒരുമിച്ച് ചേരും പൂജയ്ക്കും പാട്ടിനും ഒക്കെയും. പിന്നെ രാമായണ മാസം എന്ന് പറഞ്ഞ് കർക്കിടക മാസം ആകുമ്പോഴും വൃശ്ചിക മാസത്തിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ആഘോഷമുള്ള ദിവസങ്ങളാണ്. രാമായണ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി രാമായണം വായിച്ച് അങ്ങനത്തെ ഒരു പ്രതീതി, അതൊക്കെ ഭയങ്കരമായിട്ട് വളർന്നു വന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം. അത് അങ്ങനെ ശീലിച്ചു വന്നു, ജീവിച്ച് വളർന്നു വന്ന സാഹചര്യത്തിൽ പിന്നെ വിദ്യാഭ്യാസമൊക്കെ അനുഗ്രഹമായ രീതിയിൽ നടന്നു. മറ്റ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ഇല്ല. ഇങ്ങനെ ഭക്തി നിർഭരമായ ഒരു ജീവിതത്തിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ അടുക്കും ചിട്ടയോടുകൂടി ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത് തന്നെ ഞങ്ങൾ ശീലിച്ചു വന്ന് എൻ്റെ 10-ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് ഞാൻ തിരുവനന്തപുരം ഒരു കന്യാസ്ത്രീമാർ നടത്തുന്ന ഒരു കോളേജ്, ഓൾ സെയിൻസ് കോളേജ്, ട്രിവാൻഡ്രം എയർപോർട്ടിനടുത്ത്, അവിടെ കോളേജിലാണ് പഠിച്ചത്. ആ സമയം എൻ്റെ ക്ലാസ്സിൽ തന്നെ സിസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ഞങ്ങളെ പഠിപ്പിക്കുന്നതൊക്കെ അവരാണ്. എനിക്ക് ഏറ്റവും എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ട് എനിക്ക് ഷേളി എന്ന് പറഞ്ഞ ക്രിസ്ത്യാനി കൂട്ടുകാരിയെ കിട്ടി. അവളുമായിട്ട് അതിനടുത്തുള്ള എല്ലാ ക്രിസ്ത്യൻ പള്ളിയിലും പോകും. അങ്ങനെ പോകുമ്പോഴൊക്കെയും ഒന്നും ഞാൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം, ഞങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. എങ്കിലും ഒരു കൂട്ടുകാരി അവൾ എല്ലാ വെള്ളിയാഴ്ചയും പോകുമ്പോൾ കൂടെ വിളിക്കും പോകും. ഓരോ ദിവസം ഒരു ചർച്ചിൽ ചെന്ന് കയറിയപ്പോൾ അവിടെ യേശുവിൻ്റെ ഒരു വിഗ്രഹത്തിന് മുൻപിൽ എഴുതി വെച്ചിരിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, ആത്മാക്കളെ തരിക. ഒരുപാട് ഞാൻ താഴെ എഴുതി വെച്ചിരുന്നു. അപ്പൊ ഞാൻ അവൾ ചോദിച്ചത് എന്താ ഇങ്ങനെ ആത്മാക്കളെ തരിക, ദാഹിക്കുന്നതിന് എന്തോ ആത്മാക്കൾ? അപ്പൊ അവൾ പറഞ്ഞു അത് അങ്ങനെയാണ് യേശുവിന് ദാഹിക്കുന്നത്, അത് നമ്മൾ ആത്മാക്കളെ വേണം കൊടുക്കാൻ. ഒന്നും മനസ്സിലായില്ല. ഒടുവിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ചെന്നപ്പോൾ എൻ്റെ അമ്മയും നല്ല ഒരു ഭക്തയായിരുന്നു, ഭയങ്കര ഭക്തയായിട്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോയിട്ടുള്ള അതേ ഭക്തി തന്നെ അതുപോലെ ഉറച്ചു നിൽക്കുന്ന ഒരു നല്ലൊരു ഭക്ത. അവരുടെ പ്രത്യേകത പിന്നെ മരിച്ചുപോയവരെ വീട്ടിനകത്തും കല്ലും മണ്ണും വെച്ചൊക്കെ പൂജിച്ച് പാലും പഴവും ഒക്കെ വെച്ച് കൊടുത്ത് നമ്മളെ കൊണ്ടുപോയി ചെയ്യിച്ച് അങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടായിരുന്നു. ഞാൻ ചെന്ന് കയറിയ വീട്ടിൽ ഒരു നല്ല ഇതായിരുന്നു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ജീവിച്ച് എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. മൂത്തത് ഏറ്റവും ഇളയത് ആൺകുട്ടികൾ, മധ്യത്തത് മോള്. അപ്പൊ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് ഗൾഫിൽ ആയിരുന്നു. അങ്ങനെ എൻ്റെ മൂത്ത മകൻ അപ്പൊ എനിക്ക് എൻ്റെ 2 അനിയത്തിമാർക്ക് മക്കളില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ അനിയത്തിയുടെ അടുത്ത് ആരോ പറഞ്ഞ് ചാലക്കുടിയിൽ ഒരു മുരിങ്ങൂർ ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ പോകുന്ന ധ്യാനം കൂടിയാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്, നിങ്ങൾ അവിടെ പോകുന്ന ധ്യാനം കൂടി നോക്കാമെന്ന് അവിടെ ആരോ പറഞ്ഞു കൊടുത്തു.
ഇവളെ അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടർ പോകാനായിട്ട് വിളിച്ചു. എനിക്കാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെല്ലാം ഞാൻ വ്രതങ്ങളുണ്ട്, പടമുണ്ട്. എൻ്റെ വീട്ടിൽ മാത്രം എനിക്ക് പ്രത്യേക പൂജാമുറിയുണ്ട്, പൂജയുണ്ട്, വിളക്കുണ്ട്. എന്ന് നമുക്ക് 3-4-5-6 വിളക്ക് കത്തിച്ചു വെച്ചാൽ ആ മുറിയിൽ മൊത്തം എല്ലാ വിഗ്രഹങ്ങളിലും വിളക്ക് എത്തുള്ളൂ. അത്ര രീതിയിലൊക്കെ ഞാൻ അങ്ങനെ എൻ്റെ മക്കളെ അതേ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് ഇരുന്ന സാഹചര്യത്തിലാണ് ഒരു പള്ളിയിൽ ചെന്ന് ഒരാഴ്ച അനിയത്തിക്ക് കൂട്ടുപോയ എൻ്റെ അമ്മ വന്ന് വിളിക്കുന്നത്. എനിക്ക് ഒട്ടും ശരിയാവൂല. കാരണം ഒന്നാമത് പള്ളിയിൽ, രണ്ടാമത്തെ കാര്യം ഒരാഴ്ച, മൂന്നാമത്തെ കാര്യം അവിടെ ചെന്ന് താമസിക്കുക. ഇതൊന്നും നമുക്ക് ശരിപ്പെട്ടു വന്ന വിഷയമല്ല. ഞാൻ പറഞ്ഞ അമ്മ എന്താ പറയുന്നു, ഒരാഴ്ച ചെന്നൊരു പള്ളിയിൽ ചെന്നിരിക്കാന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ഞാൻ ആരംഭിച്ചിട്ടോ എനിക്ക് എൻ്റെ ഭർത്താവിന്റെ അനുവാദം വാങ്ങിക്കണം, അങ്ങനെയൊന്നും അതൊക്കെ ആൾക്കാർ വെറുതെ പറയുന്നതാണ്. ഞാനും കൂടും പറഞ്ഞ് ഞാൻ കുറേയൊക്കെ കുറ്റപ്പെടുത്തി വിട്ടു. അപ്പൊ അമ്മ പറഞ്ഞു, മക്കളുള്ളവർക്ക് ഇല്ലാത്തവരുടെ ദുഃഖം അറിഞ്ഞില്ല എന്ന് പറഞ്ഞങ്ങ് പോയി. ഞാൻ അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വിളിച്ച് അനുവാദം ചോദിച്ചപ്പോഴേക്ക് മക്കളെ, വെക്കേഷനാണ്, ഏപ്രിൽ മാസം, മക്കളെയൊക്കെ മാമിയെ ഏൽപ്പിച്ചിട്ട് നീ പോണെങ്കിൽ കൂടെ പോകുന്നു പറഞ്ഞു. അനുവാദം കിട്ടിയപ്പോഴും ഞാൻ എൻ്റെ ഇളയ മോനെയും കൊണ്ട് ഇവളുടെ കൂടെ കൂട്ടിന് പോയതാണ് ചാലക്കുടി മുരുങ്ങൂർ ധ്യാന കേന്ദ്രം. അത് എൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര വഴിത്തിരിവായി തീർന്നു. അവിടെ ചെന്ന് ആദ്യത്തെ 1-2-3 ദിവസമൊക്കെ ഞാൻ കുറ്റമൊക്കെ പറഞ്ഞു. എനിക്ക് ഒട്ടും ശരിയായില്ല. അവിടെ കിടക്കുന്ന അത്രയും കള്ളത്തരം അതൊക്കെ ചുമ്മാ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഉള്ള പേരുകളൊക്കെ വിളിച്ച് പറഞ്ഞു പറഞ്ഞൊക്കെ എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു 3-4 ദിവസം. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച 2 മണിക്ക് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആയിട്ടുള്ളവരിവിടെ വന്നവർ എഴുന്നേൽക്കാൻ പറഞ്ഞ് അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവിടെ ഇരുന്ന് ഭയങ്കര ജനമാണ് അവിടെ. അവിടെ ചെന്ന് അരവിന്ദാക്ഷ മേനോൻ എന്ന് പറഞ്ഞ ഒരു സുവിശേഷകൻ ക്ലാസ് എടുക്കാൻ വന്നു. അരവിന്ദാക്ഷ മേനോൻ എന്ന് പറഞ്ഞ ആ സുവിശേഷകന്റെ അനുഭവ സാക്ഷ്യവും ക്ലാസും അവിടെ വെച്ചിനെ രൂപാന്തരപ്പെടുത്തി. അതായത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേദമുണ്ട്, വേദപുസ്തകങ്ങളുണ്ട്, പക്ഷെ ഞങ്ങളുടെ കയ്യിലില്ല. അത് ഒരു ഹിന്ദുക്കളുടെ വീട്ടിലും അവരുടെ വേദപുസ്തകമില്ല. അതിന് പകരം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ രാമായണവും മഹാഭാരതവും ഉണ്ട്, പക്ഷെ അതൊക്കെ ഇതിഹാസങ്ങളാണ്. വേദങ്ങളാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. ക്രിസ്ത്യാനിയുടെ വേദം ക്രിസ്ത്യാനിയുടെ ദൈവത്തെ വെളിപ്പെടുത്തും, മുസ്ലിമിന്റെ വേദം മുസ്ലിമുകളുടെ ദൈവത്തെ വെളിപ്പെടുത്തുന്നു, ഹൈന്ദവ വേദം ദൈവത്തെ വെളിപ്പെടുത്തുന്നു. പക്ഷേ ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ആരുടെയും വീട്ടിൽ ഒരു ഹൈന്ദവ വേദ പുസ്തകമല്ല. അത് എഴുതിയിരിക്കുന്നത് തന്നെ സംസ്കൃതത്തിലാണ്. അത് വായിച്ചെടുക്കാൻ പറ്റില്ല. അത് സംസ്കൃതം പഠിച്ച് അതിൽ കൂടി ബ്രഹ്മത്തെ അറിഞ്ഞ് പൂണനൂലിട്ട് ഇറങ്ങുന്ന വ്യക്തിയാണ് ബ്രാഹ്മണൻ, പൂജാരി എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അരവിന്ദാക്ഷമന്റെ ക്ലാസ്സിൽ ആ വ്യക്തി ചോദിച്ച്, ഹൈന്ദവരായ നമുക്ക് 33 കോടി ദേവതമാരും ദൈവങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും പൂജയും കർമ്മങ്ങളും ഉള്ള അവസ്ഥയിൽ ഈ ഒരാഴ്ച വീടും വീട്ടുകാരെയും ഒക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് നിങ്ങൾ ഇങ്ങനെ ഈ ക്രിസ്ത്യാനിയുടെ ദൈവത്തിന് വന്നിരിക്കാൻ കാരണമെന്ത്? അപ്പൊ ദൈവം എന്ന് ആര് പറഞ്ഞു? അങ്ങനെ ആ പുള്ളി ഞങ്ങളെ വേദം പഠിപ്പിച്ചു. അതായത് ഹൈന്ദവ വേദം 4 വേദമുണ്ട്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദത്തിൽ 3 വേദം പ്രത്യക്ഷമായും 1 വേദം പരോക്ഷമായും ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ്. നമ്മുടെ വേദപുസ്തകത്തിൽ സത്യവേദ പുസ്തകം 66 പുസ്തകം ഉള്ളതുപോലെ ഹൈന്ദവ വേദഗ്രന്ഥമായ ഋഗ്വേദത്തിന് 10 പുസ്തകങ്ങളുണ്ട്. ഈ 10 പുസ്തകത്തെ ആധികാരികമായിട്ട് ആ വ്യക്തി നമുക്ക് ക്ലാസ് എടുത്ത്, സംസ്കൃതമാണ് അതിന്റെ മലയാളം പറഞ്ഞത്. ഞാൻ അന്നൊക്കെ കുറെയൊക്കെ പഠിച്ചു വെച്ചെങ്കിൽ അതൊക്കെ പിന്നെ ഇപ്പം മറന്നുപോയി. 30-31 വർഷമാകുന്നു. ഹൈന്ദവ വേദ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ ഹൈന്ദവ വേദത്തിൽ കൂടി, ഋഗ്വേദത്തിൽ കൂടി മനസ്സിലാക്കി തന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പാണ് എന്നെ കൊണ്ട് നിർത്തിയത്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന ലോകം അതിന്റെ കഷ്ടതയിലേക്ക് അടുക്കുന്ന സമയം, പ്രയാസത്തിലും പ്രതിസന്ധിയിലും അടുക്കുന്ന സമയം, ഒരു പ്രജാപതി ഭൂമിയിൽ അവതരിക്കും. പിതാ ആത്മപുത്ര, അതായത് സർവ പ്രപഞ്ചത്തിന്റെയും സർവ സൃഷ്ടിയുടെയും സൃഷ്ടാവായ പിതാവ്, പിതാവാൻ ദൈവത്തിന്റെ ചൈതന്യമായി അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആത്മാവ്, ആ ആത്മാവും ഈ പിതാവും കൂടി ചേർന്ന് ഉണ്ടാകുന്ന ഒരു ചൈതന്യം, ദൈവപുത്രൻ. ഇങ്ങനെയാണ് വേദം പറഞ്ഞത്. അപ്പൊ ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ചേരുന്ന ഏക ദൈവശക്തിയാണ് ഈ സർവ്വലോകത്തെയും സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, സർവ മാനവരാശിയുടെയും ദൈവം എന്ന് പറഞ്ഞു. എങ്കിലും യേശുവിനൊന്നും പറയുന്നില്ല. എന്നാൽ ഈ പ്രജാപതി, ഭൂമിയിൽ വരുന്ന ഈ പ്രജാപതിക്ക് ചില ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും.
രൂപത്തിൽ മനുഷ്യനും സ്വഭാവത്തിൽ ദൈവവും ആയിരിക്കും. മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി ഈ ഭൂമിയിൽ വന്ന് സകല മനുഷ്യരുടെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മരക്കുരിശിൽ രക്തം വാർന്ന് മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും ഭൂലോക രക്ഷകനായ പ്രജാപതി. 2 ലക്ഷണങ്ങൾ പറഞ്ഞു. 7 യാഗത്തെക്കുറിച്ച് പറയും. ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ 9-ാം ഋഗ്വേദം 10-ാം പുസ്തകം 9-ാം മണ്ഡലം 7-ാം വാക്യം 7 വിധ യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പ്രജാപതി എങ്ങനെയാണ് ഭൂമിയിൽ ഒരു യാഗ ശരീരം മനുഷ്യനെ രക്ഷിക്കുവാനായി ഈ ഭൂമിയിൽ ആർക്കും സാധിക്കാതിരിക്കുമ്പോൾ ഏദൻ തോട്ടത്തിലെ പാപത്തിന്റെ പങ്കിലമായി തീർന്ന ഈ ഭൂമിയിൽ സകല മനുഷ്യരും മരിച്ചു പോകുന്ന മനുഷ്യരായതുകൊണ്ട് ആർക്കും ആരുടെയും പാപം ഏറ്റെടുക്കുവാനോ വഹിക്കുവാനോ സാധിക്കാത്ത സാഹചര്യത്തിലാകുന്നു ലോകത്ത് പാപം പെരുകുന്നതും. ആ സമയത്താണ് ഭൂലോക രക്ഷകനായ പ്രജാപതി പരിശുദ്ധാത്മാവിൽ ഒരു കന്യകയിൽ കൂടി ഭൂമിയിൽ വന്ന് ജാതനാകുന്നത്. മനുഷ്യരൂപവും ദൈവ സ്വഭാവമുള്ള പ്രജാപതി ഹിരണ്യപുത്രൻ അവതരിച്ച് ഭൂമിയിൽ വരും. പുത്രൻ ഈ ഭൂമിയിൽ വന്ന് ലോകമെമ്പാടും സഞ്ചരിച്ച് എന്താണ് പാപം, എന്താണ് പുണ്യം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ, ആരെ ആരാധിക്കണം, ആരെ ആരാധിച്ചുകൂടാ, കല്ല്, മണ്ണ്, മരം, ലോഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന വിഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നവന് ദുഃഖവും ദുരിതവും മാത്രമാണ് ഫലമെന്ന് ആ ക്ലാസ്സിൽ കൂടി ഞാൻ പഠിച്ചു, മനസ്സിലാക്കി. ഈ ഭൂലോക രക്ഷകനായ പ്രജാപതി ഭൂമിയിൽ വന്ന് സാരോപദേശങ്ങൾ നൽകിക്കൊണ്ട് ഭൂമിയുടെ അങ്ങോളം ഇങ്ങോളം ചുറ്റി സഞ്ചരിക്കും. അവന്റെ ജീവിത അവസാനം ഒരു യാഗമായി തീരും. ഒരു യജ്ഞ ശരീരത്തെ പിതാവാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങി ഈ പുത്രൻ ഭൂമിയിൽ അവതരിക്കും. ആ പുത്രൻ ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ അതൊരു കന്യക പ്രസവിക്കുന്നവനായിരിക്കും. ഭൂമിയിൽ താഴ്ത്തപ്പെടുന്ന മരക്കുറ്റിയിൽ ആണികളാൽ കരചരണങ്ങൾ ബന്ധിച്ച് കൊല്ലും. തലയിൽ ഒരു കാട്ടുമുള്ള കൊണ്ടുള്ള ഒരു മുള്ളു മെടഞ്ഞ് തലയിൽ വെക്കണം. ഇതെല്ലാം 7 ഈ യജ്ഞ പുരുഷൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. ഏത് രീതിയിലാണ് യജ്ഞമായി തീരുന്നത്, ഏത് രീതിയിലാണ് ഈ പ്രജാപതി യാഗമായി തീരുന്നത് എന്നുള്ള ലക്ഷണങ്ങളാണ് ഋഗ്വേദം പറഞ്ഞിരിക്കുന്നത്. തലയിൽ കാട്ടുമുള്ളു കൊണ്ട് മെടഞ്ഞൊരു കിരീടം വയ്ക്കും. അതിനുശേഷം മരക്കുറ്റിയിൽ താഴ്ത്തി കരചരണങ്ങൾ ഇരുമ്പാണികളാൽ ബന്ധിച്ച് അവനെ കൊല്ലും. അവന് കുടിക്കാൻ പുളിച്ച സോമരസം കൊടുക്കും. അവന്റെ വസ്ത്രങ്ങൾ മറ്റുള്ളവർ പകുത്തെടുക്കും. അവന്റെ രക്തം പാനം ചെയ്യും. അവന്റെ ശരീരം ഭക്ഷിക്കും. അവൻ മരിക്കും. 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും ഭൂലോക രക്ഷകനായ പ്രജാപതി. ദൈവരൂപത്തിൽ ദൈവ ആത്മാവായി ഭൂമിയിൽ ജനിച്ചത് കൊണ്ട് അവൻ മരണമില്ല, അമരത്വമുള്ളവനാണ്. 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും ഭൂലോക രക്ഷകനായ പ്രജാപതി. ഇത്രയും കേട്ടപ്പോൾ വേദത്തിൽ കൂടിയാണ് പറയുന്നത്. ഞാനൊരു ഭയങ്കര ഈശ്വര വിശ്വാസിയാണ് കുഞ്ഞുനാളിലെ. ആ ഈശ്വര വിശ്വാസിയായി എനിക്ക് വേദങ്ങൾ വെളിപ്പെടുത്തുന്നത്, നമ്മൾ 5-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വേദങ്ങൾ, ദൈവത്തെ വെളിപ്പെടുത്തുന്നത് വേദങ്ങൾ. ബൈബിൾ ക്രിസ്ത്യാനിയുടെ വേദം, ഖുറാൻ മുസ്ലിം വേദം, ഹൈന്ദവ വേദം, യജുർ, സാമ, അഥർവം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഈ അത് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് വേദങ്ങളാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ പിതൃപാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയും പറഞ്ഞ ദൈവത്തെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച ദൈവങ്ങളെ നമ്മുടെ മക്കൾക്കും കൊടുത്ത തലമുറയായി ഇങ്ങനെ പോകുന്നതല്ലാതെ ഈ വേദത്തിൽ കാണുന്ന സത്യവേദ ദൈവത്തെ കാണിച്ചു തരുവാൻ ആരും വരുമ്പെട്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. അതിന് പകരം മഹാഭാരതവും രാമായണവും ഒക്കെ വായിച്ച് അതിനകത്ത് ഇതിഹാസ പുരുഷന്മാരെ ദൈവമാക്കി ആ ഇതിഹാസമാണ് ഞങ്ങൾ പഠിച്ചും പ്രാർത്ഥിച്ചും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. ഋഗ്വേദത്തിൽ, സാമവേദത്തിലോ യജുർവേദത്തിലോ ഒക്കെ കാണുന്ന ലക്ഷണങ്ങളോടുകൂടി ഒരു പ്രജാപതിയെ വെളിപ്പെട്ട് കിട്ടിയപ്പോൾ ഈശ്വര വിശ്വാസിയായ ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണല്ലോ. അപ്പൊ ഇതായിരിക്കുമല്ലോ സാക്ഷാൽ ദൈവം. ആരെ ആരാധിക്കണം? കല്ലും മണ്ണും കൊണ്ടുള്ള ഒരു വിഗ്രഹത്തെയും നമസ്കരിക്കുക. നമ്മൾ നമസ്കരിക്കുന്ന അത്രയും അതങ്ങനെയുള്ളതാണ്. വീട്ടിലായാലും ക്ഷേത്രങ്ങളിലായാലും നമ്മൾ പൂജിക്കുന്ന അത്രയും അങ്ങനെയുള്ളതാണ്. ദൈവം ആത്മാവായതുകൊണ്ട് അവന് രൂപമില്ല. സർവ്വവ്യാപിയായ ദൈവത്തിന് അതുകൊണ്ട് തന്നെ രൂപമില്ല. അതും നമ്മുടെ വേദത്തിലുണ്ട്. അങ്ങനെ രൂപമില്ലാത്ത അദൃശ്യനായ ദൈവം സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവത്തെയും സൃഷ്ടിച്ചവനാണ്, സർവ്വചരാചരങ്ങളുടെയും ഉടയവനാണ്, സർവത്തെയും നിയന്ത്രിക്കുന്നവനാണ്. സർവ്വ മനുഷ്യർക്ക് ഇങ്ങനെ ഈ മനുഷ്യന്റെ സാരോപദേശങ്ങൾ കേട്ട് ജീവിക്കുകയും
അതനുസരിച്ച് ജീവിച്ചാൽ ഭൂമിയിൽ സമാധാനവും സമ്പൽ സമൃദ്ധിയും മരണശേഷം മോക്ഷം. ഞങ്ങൾ ഹിന്ദുക്കളും ജീവിതം എന്താണ്? ഭൂമിയിൽ സമാധാനം, മരണശേഷം മോക്ഷം. ഇത് തന്നെയാണല്ലോ ഏതൊരു വ്യക്തിയുടെയും ലക്ഷ്യം. ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചാണ് മോക്ഷം എന്നാണ് ഞങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് പോകുന്നത്. നല്ല പ്രവൃത്തി ചെയ്യുക, ആർക്കും ഒരു ദോഷം ചെയ്യാതിരിക്കുക, കഴിയുന്നതും ഗുണം ചെയ്യുക, ആരെയും പറ്റിക്കാതെയും വഞ്ചിക്കാതെയും ആർക്കെതിരായിട്ടൊന്നും പറയാതെയും നല്ല സ്വഭാവത്തിൽ ജീവിച്ചാൽ മാത്രം മതി നമ്മൾ ദൈവരാജ്യത്ത് പോകും. അതാണ് മോക്ഷം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പോയി കാണാനൊക്കെ. ശബരിമല, അതുപോലെ തന്നെ പളനി, ഞങ്ങളുടെ ദൈവങ്ങളൊക്കെ ഇരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളെ കുഞ്ഞുനാളിലെ കൊണ്ട് പോയിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുമുണ്ട്. തമിഴ്നാട്ടില്, കർണാടകയില്, കേരളത്തിലുള്ള ഒട്ടുമിക്കാലും എല്ലാ സ്ഥലങ്ങളിലും, പിന്നെ എന്താ ക്രിസ്ത്യാനികൾ പോകുന്ന വേളാങ്കണ്ണി, മുസ്ലിം പള്ളി, ഇവിടെയൊക്കെ ഞങ്ങൾ പോകും. എങ്കിലും അതൊക്കെ തീർത്ഥാടനം പോലെ അല്ലാതെ ദൈവമാണെന്ന് പറഞ്ഞല്ല പോയിട്ടുള്ളത്. ദൈവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൈവങ്ങളുണ്ട്. മുസ്ലിം പള്ളിയിലും പോകും, ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലും പോകും. ഹിന്ദു പള്ളിയിൽ, ഒരു ക്രിസ്ത്യൻ പള്ളിയിലും പോകും, ഞങ്ങൾ അമ്പലത്തിലും പോകും, ഞങ്ങളുടെ വീട്ടിൽ വിളക്കം കത്തിക്കും. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് എൻ്റെ അനിയത്തിക്ക് കൂട്ടുപോകാനായി മനസ്സില്ലാ മനസ്സോടെ പോയ ഞാൻ അവിടെ ചെന്ന് ഈ 3-4 ദിവസം വരെ എനിക്ക് ഒരു ഇവിടെ എൻ്റെ അനിയത്തി എൻ്റെ അമ്മയൊക്കെ വഴക്കം പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരുന്നത്. നിനക്ക് വരാൻ ജോലിയൊന്നുമില്ല, 4 ദിവസം ഇവിടെ വന്നിരുന്നു നിനക്ക് എന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് പ്രത്യേകിച്ച് ഈ ഒരു ക്ലാസ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചപ്പോൾ ഞങ്ങളുടെ ദൈവങ്ങൾക്കൊക്കെ ആണെങ്കിൽ എന്താണ് പറയാൻ, നല്ല ആഭരണങ്ങളും നല്ല സൗന്ദര്യവും ഒക്കെ ഉള്ളത് ഞങ്ങളുടെ ദൈവങ്ങൾക്ക്. അതേസമയം നമ്മൾ ഈ പള്ളിയിൽ പോകുമ്പോഴും അവിടെയൊക്കെ കാണുമ്പോഴേക്ക് കുറുവശിൽ തൂങ്ങി കിടക്കുന്ന കർത്താവിന്റെ വേഷം കാണുമ്പോഴൊക്കെ ഞങ്ങൾ ഇതാണ് ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഇതാണ്ട് നിങ്ങളുടെ ദൈവം, ഈ ആളെ ഞങ്ങൾ അങ്ങനെ ദൈവം എന്ന് വിളിക്കുന്നത്. അതേസമയം ഞങ്ങളുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവങ്ങളൊക്കെ എന്തൊരു ഭംഗിയാണ്, ആഭരണങ്ങളൊക്കെ ഇട്ട് വിളക്കും പൂവും കൊടുക്കും. എന്തൊരു ഇതാണ് ഇത് ഇങ്ങനെ ദൈവം എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ഞാൻ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴത് അവർക്കൊന്നും നല്ലോണം പറയാൻ സാധിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോകുന്നതിന് മുൻപ് ജോലിയോടനുബന്ധിച്ചൊരു കമ്പനി ജോലി ചെയ്തപ്പോൾ ഞങ്ങൾ 3-4 വാടക വീട്ടിലൂടെ താമസിച്ചിട്ടുണ്ട്. ഒരു വീടാണെങ്കിൽ പാർട്ടിഷൻ ചെയ്യുന്ന ഒരു CSI അച്ഛൻ്റെ വീടായിരുന്നു. അച്ഛനും കുടുംബം അപ്പുറം, ഞങ്ങൾ 3 പേരും ഇപ്പുറം. ഞങ്ങൾ ക്ഷേത്രത്തിൽ പോണവരാണെങ്കിൽ അവർ പോലും ഒരു ദിവസം യേശുവിനെ കുറിച്ച് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മോളെന്ന് എഴഞ്ഞു പോകും, ഞാൻ പിടിച്ച് ഞകത്തുകൊണ്ട് പൂട്ടുമായിരുന്നു, വിടൂലായിരുന്നു. അവരോടെ പാട്ട് തുടങ്ങുമ്പോൾ ഈ കൊച്ചെഴഞ്ഞ് അതൊക്കെ അങ്ങോട്ട് പോകും. അപ്പൊ എനിക്കിഷ്ടമല്ലാത്തത് ഞാൻ വിടൂലായിരുന്നു. പക്ഷെ അവർ നമ്മുടെ അടുത്ത് സുവിശേഷം ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു വീട്ടിൽ താമസിച്ചപ്പോൾ അതിനടുത്തൊരു ചർച്ച ഉണ്ട്. അവിടെ ഞങ്ങളെ മുറ്റത്തൂടെ ഈ സൺഡേ സ്കൂളിലൊക്കെ പിള്ളേർ പോകുമ്പോഴും വിശ്വാസികൾ പോകുമ്പോൾ എൻ്റെ മോളെ കൂടെ കൈ പിടിച്ചോണ്ട് ഈ കൊച്ചു കൂടെ പോകും, ഞാൻ പിടിച്ചോണ്ട് വരും. എന്നിട്ട് ഞാൻ പറയും, നിങ്ങളാരും തന്നെ ഈ കൊച്ചുങ്ങളെ എന്നെ വിളിച്ച് പള്ളിയിൽ കൊണ്ട് കയറ്റരുത്, ഞങ്ങൾക്കത് ഇഷ്ടമല്ല, നിങ്ങളെ ദൈവത്തിനടുത്ത് പോയി, ഞങ്ങൾക്ക് വേറെ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് വീട്ടിനകത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഈ പെണ്ണുങ്ങളെയൊക്കെ. ഒരു ദിവസം ഒരു കൊച്ചു ഞങ്ങളെ പരിചയമുള്ള ഒരു കുട്ടി ഇങ്ങനെ എൻ്റെ വീട്ടിൽ 2 ദിവസം നിൽക്കാൻ വന്നപ്പോൾ അവൾ ബൈബിൾ കൊണ്ടുവന്ന് രാത്രി എൻ്റെ മക്കളെ പിടിച്ചെടുത്ത് സദൃശ്യവാക്യം വായിച്ചേൽപ്പിച്ചിട്ട് ഞാൻ അവളെ വഴക്ക് പറഞ്ഞ് പിള്ളേരെ പിടിച്ചുണ്ടെങ്കിൽ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം തന്നെയാണ് ഞാൻ ജീവിച്ചത്. ഒടുവിൽ അവിടെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോർത്തപ്പോൾ വേദത്തിൽ പറയുന്ന പ്രജാപതിയായ പുത്രൻ ഈ യേശുക്രിസ്തു ആണെങ്കിൽ പിന്നെ ഞാൻ എന്തിനീ കല്ലുമുള്ളിന്റെ പുറത്ത് പോകണമെന്ന് ആലോചിച്ചു. എങ്കിലും ഒരു തീരുമാനം എടുക്കാനുള്ള ശേഷിയൊന്നും എനിക്ക് വന്നില്ല. ഞാൻ ആലോചിച്ചപ്പോഴേക്ക് എനിക്കങ്ങ് ഭയങ്കര വിഷമമൊക്കെ വന്നു. പാപത്തെ കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞപ്പോഴേക്ക് കാരണം കല്ലും മുള്ളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ പാവമാണല്ലോ. പിറ്റേന്ന് ദിവസം ഈ പുള്ളി തന്നെ സ്റ്റേജിൽ ഇതൊരു ക്ലാസ് പോലെ മുസ്ലിങ്ങൾക്കും കൊടുത്ത ക്ലാസ്, ഈസാ നബിയാണ് യേശുക്രിസ്തു എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രജാപതിയാകുന്ന അത് അവർക്ക് ക്ലാസ് കൊടുത്തു മുസ്ലിങ്ങൾക്കും. പിറ്റേന്ന് ഈ പുള്ളി അനുഭവ സാക്ഷ്യമായിട്ട് സ്റ്റേജിൽ വന്ന് ഒരു 3 മണിക്കൂർ നേരത്തെ അനുഭവ സാക്ഷ്യം അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തു. അപ്പൊ ഈ പറഞ്ഞ ക്ലാസ്സിൻ്റെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഇതും എല്ലാം കൂടെയൊക്കെ ആയപ്പോഴേക്ക് ഞാൻ ആലോചിച്ചു, ഇത് തന്നെയാണ് സത്യദൈവം. അങ്ങനെ അന്ന് അവിടെ വെച്ച് 1994 മെയ് മാസം 4-ാം തീയതി ഞാൻ എൻ്റെ കർത്താവിനെ അവിടെ വെച്ച് രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. എൻ്റെ ബാഗിൽ ചന്ദനമുണ്ട്, പൂവുണ്ട്, എല്ലാം എൻ്റെ ബാഗിൽ ഇട്ടേക്കുന്ന. അവിടെ ധ്യാനം കൂടാൻ വന്നതിൽ ഏക ചന്ദനം ഇട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ രാവിലെ ഇന്ന് മുഖം കെട്ടിയിട്ട് ചന്ദനമൊക്കെ എടുത്ത് നെറ്റിയിലിടും. എൻ്റെ മോനും ഇട്ട് കൊടുക്കും. കൊച്ചെൻ്റെ കൂടെ അന്നുണ്ട്, 3 വയസ്സോ 4 വയസ്സേ ഉള്ളൂ. അപ്പൊ എൻ്റെ ബാഗിൽ അതെല്ലാം ഇട്ടേക്കാണ്. അവിടെ വെച്ച് ഞാൻ അന്ന് എൻ്റെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഞാൻ ഒരുപാട് കരഞ്ഞ് അവിടെ ഇരുന്നു. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയും വർഷത്തിനിടയ്ക്ക് അറിഞ്ഞാത്ത ഒരു ദൈവത്തെ, ഒരു സത്യദൈവത്തെ വിട്ടിട്ട് ഈ കണ്ട കല്ലിന്റെ മുള്ളിന്റെ ഒക്കെ വർഷങ്ങൾ ഇത്രയൊക്കെ അങ്ങ് പോയല്ലോ എന്ന് അതിങ്ങനെ ഒരു ദൈവമായിരുന്നല്ലോ എന്ന് പറഞ്ഞു നല്ലോണം കരഞ്ഞു.
കരഞ്ഞ പാപങ്ങളൊന്നും നന്നായിട്ട് നമ്മൾ ജനിച്ചപ്പോഴത്തോട്ടുള്ളത് എന്തെല്ലാം കാരണം പാപത്തിന് ജീവൻ വയ്ക്കാൻ തുടങ്ങി. അതുവരെ നമ്മൾ ചെയ്യുന്ന പാവമൊക്കെ നമുക്കൊരു നിസ്സാരം ഒന്ന് പിണക്കം പോലെ നമുക്ക് വൈരാഗ്യങ്ങൾ കൂടി വഴക്കോ കൂടിയിട്ടാ അവര് ജയിച്ച് ഞാൻ തന്നെ ജയിച്ചെന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ പോകും. പക്ഷേ നിസ്സാരം ഒരു പിണക്കോ ഒരു തർക്കമെങ്കിലും പോലും ഉണ്ടായിട്ടുള്ളതെല്ലാം ഓർത്ത് എന്റെ പാപങ്ങൾക്ക് ജീവൻ വയ്ക്കാൻ തുടങ്ങി. അതെല്ലാം പാപമാണെന്ന് ഈ മനുഷ്യന്റെ അനുഭവസാക്ഷ്യത്തിൽ കൂടി കേട്ടപ്പോൾ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ എന്റെ അനിയത്തി എന്ന് എന്നെ നോക്കി. അവള് മിണ്ടാതിരിക്കണം, അവക്കൊരു മാറ്റവും ഇല്ല. ഈ ക്ലാസ് കേട്ടിട്ട് മിണ്ടിയില്ല, അങ്ങനെ മിണ്ടാതെ ഇരിക്കണം. കാരണം എന്നെ പേടിച്ചിരിക്കണം, ഞാൻ ഈ വഴക്ക് പറയുന്നുണ്ട് ഇവിടെ വന്നേല്. ഞാനിങ്ങനെ കരയുന്ന കേട്ടുണ്ട് അവൾ എന്റെ ഫ്രണ്ട് ഇങ്ങനെ കൂടെ എന്നെ നോക്കും. എന്നിട്ട് എന്റെ പിന്നീട് വൈകുന്നേരം ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അവിടെ വെച്ച് ഞാൻ കർത്താവിനെ ഏറ്റു പറഞ്ഞു, സ്വീകരിച്ചു. പിന്നെ ഒരു 3 ദിവസം കൂടെ ഉണ്ടാകും. പിന്നെ ആ 3 ദിവസവും ഞാൻ ശരിക്കും അവിടെ ശ്രദ്ധിച്ചത്. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ. ഞങ്ങളുടെ നീതിസാരങ്ങളിലുള്ള പാട്ടാണ് ഇതൊക്കെ. ബ്രാഹ്മണന്മാർ പറയുന്ന സംസ്കൃത ശ്ലോകങ്ങളാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കണമേ, മൃത്യുവിൽ നിന്ന് മരണത്തിൽ നിന്ന് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എന്നെ നയിക്കണമേ. ഞങ്ങളുടെ ഋഷിമാർ, ആർഷഭാരത സംസ്കാരത്തിൽ ഋഷിമാര് പാടുന്ന മന്ത്രമാണ്. അതിന് മറുപടിയും കൊണ്ട് വന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് ഇങ്ങനെ അനവധികളായ ബൈബിൾ. ആദ്യത്തെ ദിവസം പുള്ളി ഞങ്ങളെ വേദം പഠിപ്പിച്ച്, രണ്ടാമത്തെ ദിവസം ബൈബിളുമായിട്ട് ഇത് താരതമ്യം ചെയ്ത് പഠിപ്പിച്ചു. അപ്പോഴാണ് എനിക്ക് ഒരുപാട് എഫക്റ്റ് ചെയ്തത്. ബൈബിളും വേദവും, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളുടെ ബൈബിൾ വാക്യം അതെല്ലാം ബൈബിളിലുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കോട്ട് ചെയ്ത് അതെല്ലാം കേട്ട് അന്നത്തെ ദിവസം അനുഭവ സാക്ഷ്യത്തോട് ഞാൻ കർത്താവിനെ സ്വീകരിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ആരാധനയൊക്കെ ഇതൊക്കെ യോഗമൊക്കെ കൂടി വീട്ടിൽ വന്ന് എനിക്കൊരു മൗനം തന്നെ, ഒരു വിഷമം. ഞാനിങ്ങി വന്ന് ഈ പടങ്ങൾ അത്രയും കൂടെ, എൻ്റെ ഒരു മുറി നിറയെ പടങ്ങളാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളും ഉണ്ടായിരുന്നു, മരിച്ചുപോയ ആൾ ദൈവങ്ങളും ഒക്കെ ഉണ്ട് എൻ്റെ മുറിയിൽ. ബാക്കിയുള്ളത് കൂടാതെ എല്ലാം കൂടെ പറക്കി ഒരു 2 ചാക്ക് നിറച്ചുണ്ട്. ഒരുപാടുണ്ടായിരുന്നു. വാരി കെട്ടി എൻ്റെ മതിലിന്റെ അപ്പുറത്തങ്ങ് വാരി അങ്ങ് ഇട്ട് കളഞ്ഞു. എന്നിട്ട് ആ വിളക്കും, 5-6 വിളക്കുണ്ട്, പിന്നെ ഈ മണിയുണ്ട്, വെള്ളം വയ്ക്കുന്ന കിണ്ടി, മൊന്ത, തട്ടം, ചന്ദനം വെക്കുന്നത്, പൂജിക്കുന്ന ഒരുപാട് പൂജാ സാധനങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഞാൻ എൻ്റെ മുറി എടുക്കുന്നുണ്ടപ്പോഴേ അയൽവക്കക്കാർ, അയ്യോ ഇതെന്ത് പൂജാമുറി. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഇതിനൊക്കെ വെറുതെയാണ് ഞാൻ വർഷങ്ങളോളം ഇങ്ങനെ വെച്ചിട്ടിരുന്നത്, ഇതൊന്നും ഒരു കഥയും ഇല്ല, യേശുവാണ് ദൈവം എന്ന് ഞാൻ പറയാൻ തുടങ്ങി. ഇതെല്ലാം കൂടെ ഞാൻ വാരി കെട്ടി വിഗ്രഹങ്ങളും പ്രതിമ ഒക്കെ വാരി കളഞ്ഞിട്ട്, ഫോട്ടോ ഒക്കെ വാരി കളഞ്ഞിട്ട്, അപ്പൊ അയൽവക്കത്തെ പെണ്ണ് പറഞ്ഞ, അയ്യോ അയ്യപ്പന്റെ പടവും ഞെടാ, മുരുകന്റെ പടവും ഞെടാ, കളയല്ലേ എന്ന്. ഞാൻ പറയാം, എനിക്ക് വേണ്ടത് നിങ്ങൾക്കും വേണ്ട, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ഇതൊന്നും ദൈവമല്ല, നിങ്ങൾ ആരും ഇത് വെച്ചോണ്ടിരിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തില്ല. ഞാൻ കൊണ്ട് ഇട്ടെടുത്തോന്ന് അവരെടുത്തോണ്ട് പോയി 2-3 എന്നിട്ട് ഈ വെങ്കലങ്ങളെല്ലാം കൂടെ നുള്ളി പറക്കി ഞാൻ ഇവിടെ വീട്ടിനടുത്തൊരു കടയിൽ കൊണ്ട് കൊടുത്തിട്ട് സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിച്ചു. ഈ വിളക്ക് വയ്ക്കുന്ന സാമഗ്രികളെല്ലാം കൂടെ വാരിക്കെട്ടി ഒരു ചാക്കിലാക്കി ഒരു ഓട്ടോ വിളിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് എൻ്റെ ദൈവത്തിൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കാനും പൂജിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആരാധനയ്ക്ക് പോകണം, എവിടെയെങ്കിലും എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഇതിന്റെ തിരുവുകളെന്ന് പറഞ്ഞുകൂടാ. ആദ്യം ചെന്ന് കയറിയത് ഒരു CSI പള്ളിയിലാണ് താമസിക്കുന്നിടത്തൊരു. അപ്പോൾ ഭയങ്കര ആള്, ശരിയാവുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ ഒരു പള്ളിയിലെ ഒരു പാസ്റ്റർ, ഭാര്യയും പാസ്റ്ററും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. അന്ന് കർത്താവിലെ നിദ്ര പ്രാപിച്ച തണ്ണിത്തുള്ള ഒരു പാസ്റ്റർ ചെറിയാൻ, CO ചെറിയാൻ, തണ്ണിത്തുള്ള പാസ്റ്ററാണ്. പാസ്റ്റർ ഭാര്യയും കൂടെ ഒരു ബൈബിളുമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ്, അപ്പൊ അവരുടെ വീട്ടിന് മുമ്പ് ഞാൻ 3-4 വർഷം വാടക മുറ്റത്ത് താമസിച്ചിട്ടുള്ളതാണ്. സൗകര്യം ഇങ്ങനെ വിശ്വാസിയായെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾക്കതൊരു ഭയങ്കര അത്ഭുതമായിരിക്കുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു ആദ്യ വാസം ഇങ്ങനെയാണ് കാര്യങ്ങൾ, എന്നാൽ അടുത്ത ആഴ്ചയോടെ ഞങ്ങളുടെ ചർച്ചിൽ വരണം. അങ്ങനെ അവർ വിളിച്ച് അവരുടെ കൂടെ ഞാൻ അവരുടെ ചർച്ചിൽ പോകുന്നു. അതുവരെ ഈ ബ്രദർ ബാപ്റ്റിസ്റ്റ്, പെന്തക്കോസ്ത്, മറ്റത് ഈ പെന്തക്കോസ്ത് തന്നെ പല അത് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊരു കത്തോലിക്കക്കാരും പിന്നെ ഹിന്ദു ക്രിസ്ത്യാനി ഇവരെന്നേ നമുക്കറിയാവും. അങ്ങനെ അന്ന് മുതൽ അവിടെ ആരാധനയ്ക്ക് ഞാൻ പോയി തുടങ്ങി. 1994 മെയ് മാസം 4-ാം തീയതി രക്ഷിക്കപ്പെട്ട ഞാൻ മെയ്, ജൂൺ, ജൂലൈ 17-ാം തീയതി സ്നാനപ്പെട്ടു.
എൻ്റെ കുടുംബത്തിൽ ഭയങ്കര അങ്ങനെ ഞാൻ ദൈവത്തെ ആരാധിച്ച് എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. എൻ്റെ ഭർത്താവ് അറിഞ്ഞ് ഗൾഫിൽ ഭയങ്കര പ്രശ്നങ്ങളായി. എൻ്റെ അച്ഛൻ പ്രശ്നം, എൻ്റെ സഹോദരിമാര് പ്രശ്നം, ഈ വന്ന അനിയത്തി മാത്രം മിണ്ടുന്നില്ല. ബാക്കി അനിയത്തിമാര് പ്രശ്നം. സ്വർണ്ണ ഊരി. അപ്പൊ നമ്മുടെ ചർച്ചിലെ നിയമമാണ് സ്വർണ്ണാഭരണം ഊരി സ്നാനം കൊടുക്കുള്ളൂ. ഞാൻ ആഭരണം ഊരി ചർച്ചിനകത്ത് ഇരുന്നിട്ട് തന്നെ ഊരി പോയി വെച്ചിട്ട് ഞാൻ സ്നാനം എടുത്ത്. എൻ്റെ ഭർത്താവ് ഭയങ്കരമായ എതിർപ്പ് എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ ഒക്കുന്ന ഒരു എതിർപ്പല്ലായിരുന്നു. ഭയങ്കരമായിട്ട് എതിർത്ത് ഗൾഫിൽ നിന്നുണ്ട്. എൻ്റെ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞ് കുറ്റം ദുബായിൽ അവൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട്, ഞാൻ നാട്ടിൽ വന്നാൽ നിന്റെ സഹോദരി ഞാൻ ഉപേക്ഷിക്കും, എനിക്ക് വേണ്ട. അവള് ഒരു ബൈബിളും പിടിച്ചോണ്ട് എന്നെ കൊച്ചുങ്ങളെയും കൊണ്ട് പള്ളിയോട് ഇറങ്ങിക്കയറി കുറെ ആളുടെ പിറകെ നടക്കും. ഞാൻ അറിഞ്ഞു, എനിക്കിനി വേണ്ട, എനിക്ക് നാണമില്ല, നാണവും മാനമുണ്ട്, അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ് ഇവരുടെ ആൾക്കാരും സഹോദരങ്ങളും അമ്മ എല്ലാവരും ഭയങ്കരമായിട്ട് എതിർത്ത്. ഇവർക്ക് സൈഡ് എൻ്റെ അച്ഛൻ. കളഞ്ഞിട്ട് പോടാ, ഉപേക്ഷിച്ചിട്ട് പോടാ, ഇവളെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലടാ, ഇവളൊക്കെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഭയങ്കര എതിർപ്പ് വന്നു. പക്ഷെ എനിക്ക് ഒരു മാറ്റവും വന്നില്ല. ലീവിന്റെ നാട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി. വളരെ പതുക്കെ സൗമ്യനായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പുള്ളി വലിയ വായില് സംസാരിക്കും. അത് അയൽവക്കക്കാർക്കൊക്കെ കേൾക്കുമ്പോഴാണ് അവർക്കൊരു ത്രില്ല്, ആളുകൾക്കൊരു സന്തോഷം. ഒടുവിൽ 2 തവണ എന്നെ ഉപേക്ഷിച്ച് പോയി. ഡിവോഴ്സ് ചെയ്യാനായിട്ട് കുട്ടികളെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വേണ്ട, കോടതിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് നാട്ടിൽ വരുന്നതിന് മുമ്പ് ഒരു ദിവസം തന്നെ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള എൻ്റെ മോന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് വിളിച്ച് അവിടുത്തെ പാസ്റ്റർ നമ്പർ ചോദിച്ചു. RSS വെച്ച് പാസ്റ്റർ പേർക്ക് കേസ് കൊടുക്കാൻ. എൻ്റെ മക്കളെ, ഞാൻ നാട്ടിലില്ലാത്തപ്പോൾ എൻ്റെ ഭാര്യയും മക്കളെയും കൂടെ മതം മാറ്റിയെന്ന് പറഞ്ഞ് ഈ ചെറിയാൻ പാസ്റ്റർ പേർക്ക് കേസ് കൊടുക്കാനായി ആ വീട്ടിൽ വിളിച്ച് നമ്പർ ധരിക്കുക. ആ കുട്ടി അന്ന് 9 പഠിക്കണം, എൻ്റെ മൂത്ത മോൻ, ഞാൻ സ്നാനപ്പെടുമ്പോൾ. ആ മോൻ്റെ അടുത്ത് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞ, നിന്റെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വിളിച്ച് ഇവിടുത്തെ പാസ്റ്റർ അഡ്രസ്സ് ചോദിച്ച് കേസ് കൊടുക്കാനെന്ന് RSSകാരെ കൊടുത്തിട്ട്. അങ്ങനെ എൻ്റെ മോൻ ഇങ്ങ് വന്നിട്ട് ഈ അച്ഛനൊരു എഴുത്ത് എഴുതി അയച്ചു. ഒരെഴുത്ത്. അമ്മ വിശ്വാസിയാന്ന് വിചാരിച്ച് അച്ഛൻ്റെ നാട്ടിലെ നാണക്കേടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടുത്തെ ചെറിയാൻ പാസ്റ്റർ ഈ നാട്ടിലുള്ള സകല ജാതി മനുഷ്യർ ഒന്നുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ പുള്ളിയുടെ പേർക്ക് അന്നല്ല അച്ഛൻ കേസ് കൊടുക്കാനുള്ളത്. അങ്ങനെ കേസ് കൊടുക്കണമെങ്കിൽ അമ്മ രക്ഷിക്കപ്പെട്ടത് വേറെ വകുപ്പാണ്, ചോദിച്ചിട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം, അച്ഛൻ അവരുടെ പേർക്കൊന്നും കേസ് കൊടുക്കാതെ RSS ഏതും കൂട്ടുപിടിച്ച് ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറഞ്ഞ ഒരു എഴുത്ത് എൻ്റെ മോൻ എഴുതി അച്ഛൻ അയച്ചു. നീ നിന്റെ അപ്പൊ മക്കളും അമ്മയും കൂടെ ഒരു പക്ഷമെന്നും പറഞ്ഞു. ഭയങ്കര പ്രശ്നം. എന്നെ ഫോൺ വിളിക്കില്ല, പൈസയൊക്കെ കൊച്ചിന്റെ പേർക്ക് അയച്ചു കൊടുക്കും ചെലവിനുള്ളത്. അങ്ങനെ ഇത് നാട്ടിൽ വന്നിട്ട് പറഞ്ഞ എന്താണെന്ന് അറിയാം, എനിക്കെന്തോ മാനസിക രോഗം, നിനക്ക് മാനസിക രോഗമാണ്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം. ഞാൻ പറഞ്ഞു, വരാം. ഞാനിങ്ങനെ സുവിശേഷം പറയുകയാണ്, ഞാനിങ്ങനെ വേദങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സുവിശേഷം പറയുന്ന, ഞാൻ പറഞ്ഞ വേദങ്ങളിൽ കാണുന്ന ദൈവത്തെ ഞാൻ അറിഞ്ഞത്. അതല്ലാതെ ഞാൻ വേറെ ഒന്നും ആരും എന്നെ പറഞ്ഞത് ഒരു അസുഖം മാറിയതോ ഒരു സാമ്പത്തികത്തിന് വേണ്ടിയോ ഒരു ജോലിക്ക് വേണ്ടിയോ അങ്ങനെ ഭൗതികമായ ഒരു കാര്യവും കിട്ടാൻ വേണ്ടിയല്ല ഞാൻ വിശ്വാസിയായത്. നമ്മുടെ വേദഗ്രന്ഥത്തിൽ പറയുന്ന ദൈവത്തെയാണ് ഞാൻ അറിഞ്ഞത്. അത് അറിയാൻ ഒരു അവസരം എനിക്ക് ദൈവം തന്നത്. ഇവളൊക്കെ കൂട്ടുപോയതാണ്, ദൈവം എന്നെ കണ്ടതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനത് ഒരു രക്ഷയില്ല. ഭയങ്കര പ്രശ്നമായ ഞാൻ ഒരു ഡോക്ടറെ അടുത്ത് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, നീ കൂടെ പറഞ്ഞു എനിക്ക് പോയി കാണണം. ഞാൻ പറഞ്ഞു ശരി വരാം. അങ്ങനെ ട്രിവാൻഡ്രത്ത് ഒരു സൈക്കാട്രിസ്റ്റിനെ പറഞ്ഞു തോന്നുന്നു, അത് സൈക്കോളജിസ്റ്റ്. അവിടെ ചെന്ന് പുള്ളി 1/2 മണിക്കൂർ ഞാൻ പോയപ്പോൾ ഇങ്ങനെയൊന്നുമല്ല, വന്നപ്പോൾ കെട്ടുകാലിയൊക്കെ ഊരി ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു, മറ്റൊരാൾ മറിച്ചാണ് ഇപ്പോൾ സ്വയബോധത്തോടെ എല്ലാം സംസാരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ബൈബിൾ എന്നൊക്കെ അങ്ങ് പറഞ്ഞ്. എന്നിട്ട് 1/2 മണിക്കൂർ എന്നെ സംസാരിച്ചു. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. പറഞ്ഞപ്പോഴേ ഇവരെ വിളിച്ചപ്പോൾ ഇവർക്ക് ഉറക്കമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഗൾഫിൽ നിന്ന് 3-4 വർഷം കൂടി നാട്ടിൽ വന്നതാണ്, ഇവിടെ ഇങ്ങനെ നടക്കുന്നത്, എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, എനിക്ക് നാണക്കേടാണ്, എനിക്ക് ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ എന്ത് തന്നെ വന്നാലും ഈ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പിന്മാറിപ്പോണ പ്രശ്നമേ ഇല്ല. കാരണം എൻ്റെ ആത്മരക്ഷ നേടേണ്ടത് ഞാനാണ്, അല്ലാതെ ഇവരാരും അല്ല എൻ്റെ ആത്മാവിനെ നേടി. എൻ്റെ ആത്മാവിന് വേണ്ടി വന്ന് ഈ ഭൂമിയിൽ വന്ന് എൻ്റെ സമസ്ത അപരാധങ്ങളും പാപങ്ങളും ഏറ്റെടുത്ത് കാൽവരി കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവത്തെ ഞാൻ അറിഞ്ഞതാണ് ഞാൻ ചെയ്ത കുറ്റം. എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഈ ഒരു കാരണം കൊണ്ട് ഉപേക്ഷിച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല, മക്കളെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ തന്നാൽ ഞാൻ വളർത്തും. അല്ലാതെ ഈ വിശ്വാസത്തിൽ ഞാൻ പിന്മാറി പോകുന്നുള്ള യാതൊരു വിശ്വാസത്തിലും ഗൾഫിൽ പോയാലും കൊള്ളാം, നിന്നാലും കൊള്ളാം, എനിക്കതൊന്നും അറിയണ്ട. ഇവരെ ആരും ഉറക്കം പോക്കിയതൊന്നും ഞാനൊന്നുമല്ല. ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടി. എൻ്റെ ആത്മരക്ഷയാണ് എനിക്ക് വലുത്. ഇവരൊക്കെ എനിക്ക് എന്താ നമുക്ക് ചെലവിന് തരുമോ, നമുക്ക് ആഹാരം തരുന്ന ഭൗതിക നേട്ടങ്ങളൊക്കെ ഈ ഭൂമി തരുമല്ല. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട എൻ്റെ കൂടെ ഇവർ വരുമോ? എൻ്റെ ആത്മാവിനെ നിത്യ നരകത്തു നിന്ന് നേടി സ്വർഗരാജ്യത്ത് എത്തിക്കുക എനിക്ക് ഇവരെ കൊണ്ട് പറ്റുമോ? എൻ്റെ അമ്മ പറ്റുമോ? എൻ്റെ അച്ഛനെ കൊണ്ട് സാധിക്കുമോ? എൻ്റെ ബന്ധുക്കളെ കൊണ്ട് സാധിക്കുമോ? എൻ്റെ ഭർത്താവിന് സാധിക്കുമോ? എന്നെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യർക്കാവോ? ഇല്ലല്ലോ. അതിനുവേണ്ടി ഒരുങ്ങി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അത് മതി എനിക്ക്, അത് മാത്രം മതി. ബാക്കി ആർക്കാണെങ്കിലും എന്നെ ഉപേക്ഷിച്ച് പോകാം.
എന്ന് ഡോക്ടർ അടുത്ത് ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ വ്യക്തിയെ വീണ്ടും ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെ തീരുമാനത്തിന് മാറ്റമില്ല, നിങ്ങൾക്ക് വേണോ തീരുമാനം എടുക്കാം, ഉറക്കമില്ലെങ്കിൽ ഗുളിക കുടിച്ചത്. അങ്ങനെ ഇവർക്ക് ഗുളിക കുടിച്ചു കൊടുത്ത് കൊണ്ടുപോയി തിന്നിട്ട് ഉറങ്ങാൻ പറഞ്ഞു. അല്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് അസുഖമൊന്നുമല്ല, അവരൊരു സത്യദൈവത്തെ കണ്ടുമുട്ടി, അത് സ്വർണ്ണ ഊരിയതെന്ന് അത് പറഞ്ഞ് നിങ്ങൾ കാണാത്തതാണ്. ഈ ട്രിവാൻഡ്രം സിറ്റിയിലൊക്കെ വന്ന് നിന്ന് നോക്ക്, എത്ര നല്ല തറവാട്ടി വന്ന പെണ്ണുങ്ങളാണ് ആഭരണം ഇല്ലാതെ ഇവിടെ ആരാധനയ്ക്കൊക്കെ സഭകളിലൊക്കെ പോണത്. ഈ സ്വർണ്ണത്തിലൊന്നും വലിയ കാര്യമില്ല, അത് താലി ഊരിയ ഭർത്താവ് മരിച്ചു പോകും. പിന്നെ ദൈവമായിട്ട് ആയുസ് അങ്ങനെ മരിച്ചെങ്കിൽ അങ്ങനെ മരിക്കുന്നെങ്കിൽ അങ്ങ് ഓട്ടം നിൽക്കണം. ദൈവം ആയുസ് മനുഷ്യനിട്ടിട്ടുണ്ട്. അത് പെണ്ണ് താലി ഊരിയെന്ന് വിചാരിച്ച തലയിലെ സിന്ദൂരം പോയെന്ന് വിചാരിച്ചാലും അങ്ങനെയും സംഭവിക്കില്ല. അതൊക്കെ എനിക്ക് പിന്നീട് ബോധ്യപ്പെട്ടത്. അതുവരെ നമുക്കത് പവിത്രമായിരുന്നു, അത് വേറെ. ദൈവത്തറിഞ്ഞപ്പോൾ തെറ്റിദ്ധാരണയൊക്കെ മാറി. ഒടുവിൽ ഈ പുള്ളി എൻ്റെ ഭർത്താവിന് ഡോക്ടർ 2-3 ഗുളികയ്ക്ക് കുറിച്ച് കൊടുത്ത് രാത്രി ഓരോന്ന് തന്നിട്ട് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞത്. നിങ്ങളുടെ ഭാര്യയുടെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല, നിങ്ങൾക്ക് സഹകരിച്ച് ജീവിക്കുന്നെങ്കിൽ ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം എന്തായാലും. അങ്ങനെ ഇനി വന്നിട്ട് ഇറങ്ങിയിട്ട് വേണം, അയാൾ നിന്നെ പോലെ മതം മാറിയവനായിരിക്കുമെന്ന്, അതാണ് നിനക്ക് സൈഡ് തോന്നുന്നത്. അങ്ങനെയൊക്കെ ഇരുന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ആയി. എൻ്റെ മക്കൾ 3 പേരും വിശ്വാസത്തിൽ വന്ന് എൻ്റെ ഒടുവിൽ ഞാൻ ഒരുപാട് സുവിശേഷം പറഞ്ഞ് അനേകർ രക്ഷിക്കപ്പെടാൻ ദൈവം അവസരം ഒരുക്കി. സുവിശേഷം പറഞ്ഞവരൊക്കെയും ദൈവം ക്രിയ ചെയ്തു. അങ്ങനെ ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് എന്നെ മാറ്റിയെടുത്ത് വീണ്ടും ഇവിടെ ചിറയൻകീഴ് കൊണ്ടുവന്നത്. ഇവിടെ ആകുമ്പോൾ പള്ളികളൊന്നുമില്ല. ഞാൻ ഇവിടെ താമസിക്കെടുത്ത് പള്ളിയുണ്ട്, നെയ്യാറ്റിൻകര ഏരിയ അങ്ങോട്ട്. ചിറയൻകീഴ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇവിടെ പള്ളിയില്ല, അപ്പൊ കൂട്ടായ്മയില്ല, അപ്പൊ ഞാനങ്ങ് വിട്ടുപോകും. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ സഹോദരൻ, എൻ്റെ അനിയത്തിമാര്, എൻ്റെ അമ്മ, ഇവരെല്ലാം ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് ഇവരെയൊക്കെ വിളിച്ച് വേർതിരിച്ചു. എൻ്റെ ഈ അനിയത്തി, അങ്ങനെ എൻ്റെ 2 അനിയത്തിമാർക്കും മക്കളുണ്ടായി. ഒരു അനിയത്തിക്ക് 12 വർഷത്തിന് ശേഷം, ഒരു അനിയത്തിക്ക് 10 വർഷത്തിന് ശേഷം കർത്താവ് മക്കളെ കൊടുത്തു. അവര് വിശ്വാസം വന്നതിന് ശേഷം എന്നെ ഒരുപാട് അവരും കുറ്റപ്പെടുത്തി. അത് എൻ്റെ ഭർത്താവിന്റെ മുമ്പ് വെച്ച് എന്നെ കുറ്റപ്പെടുത്തുക, അല്ലെ എരുതിയിൽ എണ്ണ പോലെ. അവിടെ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഈ പുള്ളിയുടെ മുമ്പ് വഴക്ക് പറയുമ്പോഴേ അവർക്കത് കുറച്ചുകൂടെ അത് നീ ഇങ്ങനെ സ്വർണ്ണ ഊര്യത്തിന് അങ്ങനെ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഒടുവിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഞങ്ങളെ 2 ബന്ധത്തിലുള്ള അവിടെയുള്ള കുറെ പിള്ളേരും ഒക്കെ കൂടെ ചേർന്ന് ഞങ്ങൾ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട കുറച്ചൊക്കെ കൂടെ ചേർന്ന് ഞങ്ങളുടെ ട്രസ്റ്റ് എന്ന് തന്നെ ആൾ വന്ന് ഞങ്ങൾക്കൂടെ ഒരു സഭ രൂപീകരിച്ചു. വെറും ഹിന്ദുക്കൾ മാത്രമുള്ള ഞങ്ങൾ ആകെ 12-15 പേരായിട്ട് ഇവിടെ കൂടി. എൻ്റെ സഹോദരങ്ങളും അമ്മയും ഞങ്ങളുടെ ബന്ധത്തിലുള്ള കുറച്ച് പേരും ഞാനും എൻ്റെ മക്കളും. അങ്ങനെ സഭ കൂടി ഓരോരുത്തർ വരാൻ തുടങ്ങി. സഭ വളർന്ന് അനേകര് വിശ്വാസത്തിൽ വന്ന് ഒടുവിൽ 10-18 വർഷക്കാലം നിന്നു. 10-18 വർഷക്കാലം 20 വർഷക്കാലം ഒന്നും കൂടുതൽ RSSകാരുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ക്ഷേത്ര പരിസരത്ത് ഇങ്ങനെ ഒരു മതം മാറ്റുന്ന ഇത് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ വന്നത് അടിച്ചു. ഒരു ആരാധന സമയത്ത് വന്ന് കയറി അടിച്ചു പിരിത്ത് എല്ലാവരും വെളിയിലേക്ക് പൂട്ടിക്കൊണ്ടങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സെന്റർ അങ്ങ് ചാത്തന്നൂരാണ്, അവിടെ പോയി ആരാധനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ അവിടെ അവർ കൊടുത്തിട്ട് 5 തെങ്ങ് ദേശമാകുമ്പോൾ തീരദേശമാണ്. ഇവിടെ കത്തോലിക്ക ചർച്ചകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ പിന്നെ യേശുവിന്റെ നാമത്തിൽ ഏത് സഭ നടത്തിയാലും അവർക്ക് പ്രശ്നമില്ല. അങ്ങനെ ഇപ്പൊ അവിടെ ഒരു സ്ഥലം സഭ വാങ്ങി ഞങ്ങൾ അവിടെ ആരാധന കൂടി വരികയാണ്. പക്ഷെ ഈ കൊറോണ വന്ന സമയത്ത് ഒക്കെ കുറച്ചുപേര് പോയി. ഞാൻ പിന്നെ വിട്ടുപോയ ഒരു വിഷയം പറയട്ടെ. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജയിൽ മിനിസ്റ്റർ ചെയ്യാൻ ഒരു അവസരം കിട്ടി. ഒരു ബ്രദർ, വിശ്വാസിയായ ഒരു സഹോദരൻ്റെ കൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ജയിലുകളിൽ പോയി ഫീമെയിൽ വാർഡിൽ സുവിശേഷം പറയാൻ 1994 മുതൽ 2019 വരെ 24 വർഷക്കാലം ഞാൻ ജയിൽ മിനിസ്റ്റർ ചെയ്തു. കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് വരെ. കൊറോണയ്ക്ക് ജയിലിലൊക്കെ പിന്നെ പ്രവേശനം നിഷേധിച്ച ശേഷം അതില്ലാതെ വന്നു. ആലപ്പുഴ, കൊല്ലം, കൊട്ടാരക്കര, ആറ്റിങ്ങൽ, പൂജപ്പുര സെൻട്രൽ ജയിൽ, ട്രിവാൻഡ്രം അട്ടക്കുളങ്ങര വനിതാ ജയിൽ, അതുപോലെ നെയ്യാറ്റിൻകര ജയിൽ, അങ്ങനെ പല ജയിലുകളിലും 1 മാസം 3-4 എല്ലാ മാസവും ഉണ്ട്. എല്ലാ മാസവും എല്ലാ ജയിലിലും പോകണം. അങ്ങനെ പോയി അനേകരോട്, ജയിലറയിൽ കിടക്കുന്ന അനേക സഹോദരിമാരോട്, നമ്മൾ പത്രത്തിലും TV-യിലും ഒക്കെ കാണുന്ന കുറ്റം ചെയ്ത് കിടക്കുന്ന അനേക സഹോദരിമാരെ ചെന്ന് നേരിട്ട് കാണുവാനും സുവിശേഷം പറയുവാനും ബൈബിൾ അവർ ചോദിച്ചു വാങ്ങി കൊടുക്കുവാനും ഒക്കെ സ്വർഗത്തിൽ ദൈവം വഴിയൊരുക്കി. അങ്ങനെ രക്ഷിക്കപ്പെട്ട അനേകർ ഞങ്ങൾക്ക് ജയിലിൽ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ 24 വർഷം തുടർച്ചയായി ജയിൽ മിനിസ്റ്റർ ചെയ്യാൻ സ്വർഗത്തിൽ ദൈവം എനിക്ക് അവസരം തന്നു. ഏറ്റവും അതിൽ എന്നെ ഈ വിശ്വാസം എന്നെ ഏറ്റവും വിഷമിപ്പിച്ചത് എൻ്റെ ഭർത്താവും എൻ്റെ ആൾക്കാരും തന്നെയാണ്. നാട്ടുകാരൊന്നും എന്നെ പ്രത്യക്ഷത്തിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരെന്നെ മാനസികമായിട്ട് വളരെയധികം ഭയങ്കരമായ ബുദ്ധിമുട്ടി. ഞാനും എൻ്റെ കുട്ടികളും. അവരൊക്കെ ആര് വിവാഹം ചെയ്യുന്ന എൻ്റെ വീട്ടുകാരെല്ലാവരും എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരും ഒക്കെ ആക്ഷേപിച്ചു. അനുഗ്രഹമായ രീതിയിൽ 3 മക്കളെയും സ്വർഗത്തിലെ ദൈവം രക്ഷിക്കപ്പെട്ട കുടുംബത്തിൽ നിന്ന് തന്നെ 3 മക്കളെ ഞങ്ങൾക്ക് തന്നു.
3 മക്കളും വിവാഹം കഴിഞ്ഞ ഒരു വിശ്വാസത്തിൽ അനുഗ്രഹമായി നിന്ന് ജീവിക്കുന്നു. വളരെ അനുഗ്രഹത്തോടു കൂടി വിശ്വാസം നിലനിർത്തി ജീവിക്കുന്നു. ഞങ്ങൾ ജയിലിൽ പോയി മിനിസ്റ്റർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ച ഒരു വിഷയം വെച്ചാൽ, ഒരു ദിവസം ഞങ്ങൾ കൊല്ലം ജയിലിലായിരുന്നു പോയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ വാർഡൻ സിസ്റ്റർ പറഞ്ഞ്, ഇതാ ഇവിടെ ഒരു സൗകര്യമുണ്ട്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോണേന്ന് പറഞ്ഞു. അപ്പൊ ഒരു മൂലയിൽ ഒരു സൗകര്യം ഇരിക്കുന്നു, പിടിച്ചിറക്കി. മദ്യം കച്ചവടം ചെയ്തുകൊണ്ട് അവളെ ഭർത്താവിനെ അവിടെ കൊണ്ടുവന്ന് 4 ദിവസമായി. പുരുഷന്മാരുടെ വാട്ടിൽ ഭർത്താവ് കിടക്കുന്ന ഇവിടെ കൊണ്ടുവന്ന് ഒരു കുഴപ്പമില്ലാതെ വരുന്ന സമയത്ത് പിറ്റേന്ന് മുതൽ അവൾ സംസാരിക്കുന്നില്ല. എന്ത് ചോദിച്ചാലും മിണ്ടൂല. അങ്ങനെ അവരുടെ അവിടെ 1-2 ആശുപത്രി കൊണ്ടുപോയി, ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്ന് പിന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. ഒരു രക്ഷയില്ല, ഒന്നും അവൾ മിണ്ടുന്നില്ല. ഇങ്ങനെ തുറന്നിട്ട് പറ്റുന്നില്ലാതെ കൈയെടുത്ത് കാണിക്കുകയുള്ളു. ഒന്ന് പ്രാർത്ഥിക്കുമോ, അത് ഭയങ്കര കേസായി വന്നിരിക്കുന്ന വീട്ടുകാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവരെന്തോ തലയ്ക്ക് കൊണ്ട് അടിച്ചു കൊടുത്ത് ഇവള് സംസാരശേഷി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഭയങ്കര കേസാണ്, മുസ്ലിം പെണ്ണാണെന്നൊക്കെ പറഞ്ഞ് ആ വാർഡൻ സിസ്റ്റർ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ പാസ്റ്റർ ഭാര്യയും വേറെ ഒരു സൗകര്യമായിട്ടാണ് ജയിലിൽ പോയത്. അങ്ങനെ ഞാൻ ഈ പെണ്ണിനെ ഞങ്ങൾ വിളിച്ചിരുത്തി. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവെ, നീ ഊമനെ സംസാരിപ്പിച്ച ദൈവമാണ്, നീ ചെകിടന് കേൾവി കൊടുത്ത മഹാദൈവമാണ്, രോഗിക്ക് സൗഖ്യം കൊടുത്ത കർത്താവാണ്. ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ അടയാളങ്ങളൊന്നും ചെയ്യാനൊക്കില്ല, പക്ഷെ പ്രവർത്തിക്കുന്ന സ്വർഗമേ, നീ ഉള്ളത് കൊണ്ട് നീ കർത്താവൊന്ന് വെളിപ്പെടുത്തണം, ജീവിക്കുന്ന ദൈവമാണെന്ന്. ഈ കൂടി 46 ആൾക്കാർ ഇവരോട് കിടക്കുന്നത്, അതിൽ തർക്കിക്കുന്നവരും കാണും. ഹിന്ദുക്കളുള്ളവർ ഒരുപാട് ചോദിക്കുമ്പോൾ ഈ വേദം വെച്ചാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. ഈ വേദം പറഞ്ഞാണ് ഈ ഹിന്ദുക്കളോട് ഞാൻ സുവിശേഷം പറയുന്നത്. അല്ലാതെ ഞാൻ കൂടുതലും ഹിന്ദുക്കളടുത്താണ് ഇപ്പോഴും സുവിശേഷം പറയുന്നത്. കാരണം ക്രിസ്ത്യാനികളടുത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഓർത്തഡോക്സ് മറ്റൊരിടത്തൊക്കെ മധ്യസ്ഥത പ്രാർത്ഥന വെച്ചവർ പറയുമ്പോൾ മധ്യസ്ഥന യേശു മാത്രമേ ഉള്ളെന്ന് മാത്രം പറയുന്നതല്ലാതെ ഞാൻ കൂടുതലും ഹിന്ദുക്കളടുത്താണ് സുവിശേഷം പറയുന്നത്. അപ്പൊ ഈ വേദങ്ങൾ പറയും അവരിങ്ങനെ നമ്മൾ പറയുമ്പോഴേക്ക്, ഈ വേദങ്ങളെ വെച്ച് ഞാൻ പറയുമ്പോഴേക്ക് ദൈവം കണ്ടുള്ളവർ വിശ്വസിക്കും. അങ്ങനെയാണ് പറയുന്നത്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞ നമുക്കൊന്നും അറിഞ്ഞൂടെ, ഇങ്ങനെ രോഗിക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്, നീ പ്രവർത്തിച്ചേ മതിയാവും. ഞങ്ങൾ 3 പേരും കൂടെ ആ സൗകര്യം നിർത്തി അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രേരണ എനിക്ക് തോന്നി, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ തോന്നി. എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ വന്ന്. അപ്പൊ ഇവളിങ്ങനെ വായിൽ കൈ വെച്ചിട്ട് മിണ്ടണം മറ്റൊന്നില്ലാതെ ഇങ്ങനെ കാണിക്കുകയാണ്. സംസാരിച്ച് പേര് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു പെങ്കൊച്ചു പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് അവളെ കയ്യിലങ്ങ് പ്രാർത്ഥിച്ചു കൊടുത്തു. ഇത് കുടിച്ചു കഴിഞ്ഞ് ഇവളങ്ങ് കരച്ചിൽ, ഭയങ്കര കരച്ചിൽ വന്നിട്ട് വായിന്നൊക്കെ ഒരു വാരി പതയുന്നവരെയും പോലെയൊക്കെ വന്നിട്ട് ഞാൻ ചോദിച്ചതിന്റെ പേരെന്ത്, അപ്പൊ പേര് പറഞ്ഞു. ഒരു തിരിയുന്നില്ല എങ്കിലും വ്യക്തതയില്ലാതെ പേര് പറഞ്ഞു. ആ ജയിലില് അന്ന് ആ വാർഡൻ സിസ്റ്റർക്കും ആ കിടന്ന സൗകര്യമാർക്കും ഉണ്ടായ ഒരു സന്തോഷം ഞാൻ ഇപ്പോഴും എനിക്ക് മറക്കാനൊക്കാത്തൊരവസ്ഥയാണ്. കാരണം ഇവരുടെ പേർക്ക് കേസ് ഫയൽ ചെയ്യാൻ പോകണം. അവിടെ ജയിലിൽ കൊണ്ടുപോയി അടിച്ചോ ആയിരിക്കും, നല്ലതുപോലെ ഇവിടുന്ന് കൊണ്ടുപോയി. ഇപ്പൊ സംസാരശേഷി നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ അത് ഭയങ്കര കേസാണത്. പക്ഷേ എൻ്റെ ദൈവം വലിയൊരു അത്ഭുതം ജയിലിൽ അന്ന് പ്രവർത്തിച്ച്, അതെനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്തൊരു അവസ്ഥയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് നീ പോന്നു. 6 മാസം ഞങ്ങൾ ഇന്ന് അവളില്ല. അപ്പൊ ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ് നല്ലവണ്ണം അവൾ അതിനുശേഷം സംസാരിച്ചു. ആദ്യം കുറച്ച് സമയം വ്യക്തത ഇല്ലാതെ വന്നെങ്കിലും പിറ്റുന്ന ലെവലായി. ജാമ്യത്തിൽ പോയേക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ ഇത്രയും നാള് ജയിൽ മിനിസ്റ്റർ ചെയ്ത് ഒടുവിൽ എൻ്റെ ഭർത്താവ് ഒരുപാട് മാനസികമായിട്ട് എന്നെ മാത്രമാണെങ്കിൽ വേണ്ടില്ല, എൻ്റെ ദൈവദാസന്മാരും ഒക്കെ നടന്ന് ഞാൻ പോയ പള്ളിയുടെ സൈഡിൽ ചെന്ന് എൻ്റെ ദൈവദാസനെയും ഭാര്യയും ഒക്കെ ഇനി പറയാനൊരു ആക്ഷേപമില്ല. ഭയങ്കരമായിട്ട് പബ്ലിക്കായിട്ട് നിന്ന് വഴക്ക് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഏതെങ്കിലും സൗകര്യമാർ വരുമെങ്കിൽ പച്ചയ്ക്ക് അവരെ വെച്ച് എൻ്റെ മുമ്പ് വെച്ച് അവരെ ആക്ഷേപിച്ചു വിടുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ മാനസികമായിട്ട് ഭയങ്കര ഉപദ്രവം വിഷമിച്ച് ഇവിടെ കർത്താവിനോട് ഞാനും എൻ്റെ ദൈവമക്കളും എല്ലാവരും പ്രാർത്ഥിച്ച് ഒടുവിൽ ഇന്നേക്ക് 18 വർഷമാകും. 18 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ ഭർത്താവിന് ദൈവം തൊട്ടു. ദൈവകൃപയാല് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസിയായി. ദൈവത്താൽ എന്താ ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷയൊക്കെ ഇന്ന് ചെയ്യുന്നുണ്ട്. സങ്കീർത്തന വായനയും ചില ദിവസങ്ങളിൽ പ്രസംഗവും കർത്തമേശ ശുശ്രൂഷയായിട്ടൊക്കെയും ഞങ്ങളുടെ സഭയിൽ പാസ്റ്ററോട് ചേർന്ന് സഭ ശുശ്രൂഷ ചെയ്യുന്നു. ഗൾഫിൽ നിന്ന് ഇപ്പം നാട്ടിൽ വന്ന് നിന്നിട്ട് 13 വർഷമായി. എൻ്റെ മക്കളുടെ വിവാഹ സമയത്തൊന്നും ഈ പുള്ളി വിശ്വാസത്തിലല്ല, അന്ന് വിശ്വാസത്തിലൊന്നും വന്നിട്ടില്ല. പക്ഷെ മക്കളുടെ കല്യാണം അവർക്ക് വിശ്വാസ പിള്ളേരെ അവർ കെട്ടോളം അവരും തീരുമാനിച്ചു, ഞാനും തീരുമാനിച്ചു. കല്യാണം കഴിച്ചില്ലെങ്കിൽ വേണ്ട, വിശ്വാസങ്ങളെ കിട്ടിയില്ലെങ്കിൽ വേണ്ടെന്ന് അവരും തീരുമാനിച്ചു. വിവാഹം പറഞ്ഞ് അവരുടെ സഹോദരങ്ങളുടെ ഒക്കെ വീട്ടിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു, അവളോ മതം മാറിപ്പോയി, പിള്ളേരെയും കൂടെ നീ ഇങ്ങനെ മതം മാറ്റി വിടാൻ പോകണമെന്ന് വെച്ചാൽ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കെ അവളും പിള്ളേരും കൂടെ ഒറ്റക്കെട്ട്, നിങ്ങൾ പിള്ളേർക്കും അത് മതിയെന്ന്. പിന്നെ എനിക്കെന്ത് എങ്ങനെയാ പോട്ട്.
അങ്ങനെയാണ് എൻ്റെ മക്കളെ വിവാഹത്തിന് പോലും നാലിക്കൊപ്പം വന്ന് നിന്ന് സഹകരിച്ചെന്നല്ലാതെ അന്നൊരു വിശ്വാസിയൊന്നും ആയിരുന്നില്ല. വന്ന് അവരുടെ ബന്ധുക്കൾ ആരും സഹകരിച്ചില്ല. നാലിക്കൊപ്പം നാട്ടുകാരെ പോലെ കല്യാണ സ്ഥലത്ത് വന്ന് നിന്ന് ആക്ഷേപങ്ങൾ നമ്മൾ തിരിച്ചുപോയി. അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ട്. നമുക്ക് അതൊന്നൊരു വിഷയമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ഒരു 9 വർഷം ആകെ ഉള്ളു എങ്ങനെയോ അങ്ങ് വിശ്വാസിയായി പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്ന് ഒടുവിൽ പറഞ്ഞിരിക്കും, ഈ ദൈവത്തെ വിശ്വാസമുണ്ട്, എനിക്കും സ്നാനപ്പെടണം. അങ്ങനെ ഇപ്പോൾ ഒരു 9-10 വർഷത്തിനകത്താണ് എൻ്റെ ഭർത്താവ്, ഞാൻ വിശ്വാസിയായിട്ട് 31 വർഷമായി. എൻ്റെ ഭർത്താവ് വിശ്വാസിയായിട്ട് വെറും 10 വർഷം. അതിനിടയ്ക്ക് കേൾക്കാവുന്നതൊക്കെ നമ്മൾ കേൾക്കുകയും പറയുകയും അനുഭവിക്കുകയും ഒക്കെയും ചെയ്തെങ്കിലും സ്വർഗത്തിലെ ദൈവം രൂപാന്തരപ്പെടുത്തി. ഇന്ന് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ മരിച്ചുപോയെങ്കിലും വിശ്വാസിയായിട്ട് മരിച്ച്. എൻ്റെ 3 മക്കള്, എൻ്റെ 3 മരുമക്കള്, എൻ്റെ കൊച്ചുമക്കൾ 5 പേര്, എൻ്റെ ഭർത്താവ്, എൻ്റെ സഹോദരൻ ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന, അവൻ്റെ ഭാര്യ, എൻ്റെ 3 അനിയത്തിമാർ, അവരുടെ ഭർത്താക്കന്മാരെല്ലാം അന്ന് വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എല്ലാവരെയും ദൈവം വിളിച്ച് വേർതിരിച്ച്. ഞങ്ങളുടെ ബന്ധത്തിൽ തന്നെ കുറെ പേരുണ്ട്. ഞങ്ങൾ സുവിശേഷം പറഞ്ഞ് അനേക ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി ഞങ്ങൾ ഇങ്ങനെ ആയിത്തീരുകയാണ്. ജയിൽ മിനിസ്ട്രിക്ക് ശേഷം കൊറോണ വന്ന് ഇതങ്ങ് അടഞ്ഞതിന് ശേഷം ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ അത് കിട്ടും. അതിനുശേഷം ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു കോഴ്സ് പഠിക്കണമെന്നൊരു ആഗ്രഹം വന്ന് ഞാനൊരു കോഴ്സിന് ചേർന്ന്. എൻ്റെ പ്രായമൊക്കെ ഇത്രയാണെങ്കിലും കോട്ടയത്ത് ഒരു പെനിയൽ കൗൺസിലിംഗ് സെന്ററിൽ ഞാൻ പോയി ബിബ്ലിക്കൽ കൗൺസിലിങ്ങിന് ചേർന്നു. ഒരു ഡിപ്ലോമയ്ക്കാണ് ആദ്യം ചേർന്നത്. എനിക്കൊന്ന് കൗൺസിലിംഗ് പഠിക്കണമെന്നൊരു ആഗ്രഹം തോന്നി, പോയി പഠിച്ചു. 1 വർഷം പഠിച്ചപ്പോൾ തോന്നിയത് എന്തായാലും എൻ്റെ ഡിഗ്രി ക്ലാസ് 2 വർഷം പഠിക്കും. അങ്ങനെ 3 വർഷക്കാലം ഞാൻ ബിബ്ലിക്കൽ കൗൺസിലിംഗ് കോഴ്സിന് ഡിഗ്രി എടുത്ത് പഠിച്ചു ഇറങ്ങി. ഒരു വർഷത്തോളാകും. ആ പഠനത്തിന് പോയതും സ്വർഗത്തിൽ ദൈവത്തിന്റെ ഒരു തീരുമാനമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കി. കാരണം ഞാനിപ്പോൾ അനേക സ്ഥലങ്ങളിൽ കൗൺസിലിങ്ങിന് ക്ലാസ് എടുക്കുന്നു. ചർച്ചുകളിലും കൂട്ടായ്മകളിലും അല്ലാതെ ഉള്ള ക്യാമ്പുകളിലും ഒക്കെയും കൗൺസിലിംഗ് ക്ലാസ്, ബിബ്ലിക്കൽ കൗൺസിലിംഗ് ക്ലാസ് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും യൗവനക്കാരുടെയും ഇടയിൽ കൗൺസിലിംഗ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഞാൻ. അതിന് ദൈവത്തിന്റെ ഒരു പദ്ധതിയാക്കുന്നതിന് പൂർണ്ണമായി വിശ്വസിക്കുന്ന എല്ലാവരും എന്നെ നടത്തി. പ്രായത്തിലൊക്കെ ഈ ട്രെയിനിലൊക്കെ കയറി കോട്ടയം വരെ പോകാനും വരാനും, പിന്നെ അതിനോടനുബന്ധിച്ചുള്ള പഠനങ്ങളും തീസിസും കാര്യങ്ങളും അസൈൻമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അതൊക്കെ ചെയ്യാനൊന്നും എന്നൊക്കെ പറ്റിയില്ല. അസുഖങ്ങളുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, BP, ഒരുപാട് അസുഖങ്ങൾ വേറെയൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഈ പഠനമാകുമ്പോഴേക്കും അങ്ങനെയൊക്കെ എന്നെ ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തിയെങ്കിലും എന്തോ ഞാനെടുത്തൊരു തീരുമാനം. ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് മോൻ പറഞ്ഞ അച്ഛാ അമ്മയ്ക്ക് വയ്യാത്തവണ്ണം ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ അമ്മയുടെ തീരുമാനത്തെ മാറ്റിക്കിട്ടും. അപ്പൊ പറയാം, മോനെ അമ്മ എടുക്കുന്ന തീരുമാനത്തെ മാറ്റം അവളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ ഇതുവരെയെങ്കിലും? ഞാൻ പറയില്ല, നല്ല കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ തീരുമാനം വന്നാൽ നമുക്ക് മാറ്റാൻ പറ്റൂല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ, വീട്ടുകാരോട് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം, അവരുടെ ഇഷ്ടം തന്നെ ഓക്കെ. അല്ലാതെ ദൈവനാമത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് നമ്മൾ വീട്ടുകാരുടെ മറുപടി കേട്ട് നിന്നാൽ നമുക്ക് പിന്മാറിപ്പോകാനൊക്കെ അത് നടക്കൂല. അങ്ങനെ ഞാൻ മാറിപ്പോയെങ്കിൽ 94 ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ഈ കാണിച്ച കോലാഹലങ്ങളൊക്കെ എനിക്ക് മാനസിക രോഗം എന്ന് വരെ പറഞ്ഞ് എന്നെ സൈക്കാട്രിസ്റ്റ് അടുത്ത് വരെ കൊണ്ടുപോയ സാഹചര്യത്തിൽ ഞാൻ മാറണമായിരുന്നു. ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണ് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച്. എൻ്റെ മക്കൾക്ക് 3 നല്ല ജോലിയുണ്ട്. അവരുടെ നല്ല കുടുംബങ്ങളിൽ നിന്ന് അവർക്ക് വിശ്വാസി പെൺകുട്ടികളെ കല്യാണം കഴിക്കണം കിട്ടി. മൂത്ത മകൻ വയനാട്ടിൽ നിന്നും, ആ കൊച്ചു ഫിസിയോതെറാപ്പിസ്റ്റാണ് AG ചർച്ചിലൊരു നല്ലൊരു വിശ്വാസി മോളാണ്. രണ്ടാമത്തെ മകൻ എറണാകുളം പുത്തൻകുരിശിൽ, അവൻ ഒരു ഇവാഞ്ചലിസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇളയ മകൻ ഒരു വിവാഹം കഴിച്ച പെൺകൊച്ചും വിശ്വാസി. ഇങ്ങനെ 3 വിശ്വാസി മരുമക്കളെയും 5 ചെറുമക്കളെയും. എൻ്റെ ചെറുമക്കളൊന്നും കൊച്ചുങ്ങളൊന്നും അല്ല. എൻ്റെ ഒരു ചെറുമോള് +1 പഠിക്കുന്ന, എൻ്റെ 2 ചെറുമക്കളെ +1 പഠിക്കുകയാണ്. അങ്ങനെ ആ കുട്ടികളൊക്കെ വിശ്വാസം നിലനിർത്താൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. അങ്ങനെ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ജീവിച്ച് ഹിന്ദുക്കളുടേതായ സകല ആചാരാനുഷ്ഠാനങ്ങളും അത്രയും അതുപോലെ ആത്മാർത്ഥമായിട്ട് തന്നെ ആചരിച്ച് അനുഷ്ഠിച്ച് വന്ന ഞാൻ എൻ്റെ ഒരു അനിയത്തിക്ക് കൂട്ടായി പോയി. അവിടെ വെച്ച് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തെ അറിയുന്നതിന് ഇടവന്ന് അതിനുശേഷം ഒരുപാട് പ്രയാസങ്ങളും പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയെങ്കിലും ദൈവം 24 വർഷം എന്നെ ജയിലറകളിൽ തടവറയിൽ കിടക്കുന്ന നിരാശരായി കിടക്കുന്ന സഹോദരിമാരോട് സുവിശേഷം പറയാൻ ദൈവം എന്നെ ഉപയോഗിച്ച്. അതിനുശേഷം ഒരു കൗൺസിലിംഗ് സെന്ററിൽ പോയി ഞാൻ പഠിച്ചു. അനേകരോട് ഒറ്റയ്ക്കായും അല്ലാതെ ഞാൻ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് എന്നെ ഒരുപാട് പേര് ഫോണിൽ വിളിക്കാറുണ്ട്, മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ട്. അവർക്ക് വേണ്ടുന്ന ആശ്വാസങ്ങൾ കൊടുക്കുവാനും ദൈവനാമത്തിൽ ബൈബിളിൽ കൂടി നമുക്ക് അതാണ് ബിബ്ലിക്കൽ കൗൺസിലിംഗ്. നമുക്ക് സെക്കുലർ ആയിട്ടുള്ള വിഷയത്തിനല്ല, ബിബ്ലിക്കൽ സയൻസ്. കാരണം ദൈവം കൊടുക്കുന്ന ദൈവവചനത്തിൽ കൂടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ വെക്കുന്ന ആശ്വാസം അത് ഹിന്ദുക്കൾക്കും കൊടുക്കുന്നുണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്, ക്രിസ്ത്യാനികളും ഉണ്ട്, വിളിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു അവസരം തന്നു. എൻ്റെ മൂത്ത മകൻ്റെ കൂടെ ഗൾഫിൽ 2-3 പ്രാവശ്യം ഞങ്ങൾക്ക് പോകാൻ അവസരം ഉണ്ടായി. അങ്ങനെ പോയപ്പോൾ എൻ്റെ മോൻ്റെ ചർച്ചിലും അവിടെ ചെന്നപ്പോഴും എനിക്ക് അവിടെ ഒരു ക്ലാസ് എടുക്കാൻ ഒരു അവസരം അവിടുത്തെ പാസ്റ്ററും അവിടുത്തെ ദൈവമക്കളും കൂടെ തന്ന എനിക്കൊരു ക്ലാസ് എടുക്കാൻ ഒരു അവസരം സ്വർഗത്തിലെ ദൈവം തന്നു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു 7 പേര് ചേർന്ന് ഞങ്ങൾ ബീഹാർ മിനിസ്ട്രിക്ക് പോയി. ബീഹാറിൽ ആ ബീഹാർ മിനിസ്ട്രി പോയതിലാണ് ഈ ടെസി വർഗീസ് എന്നുള്ള സിസ്റ്ററെ ഞാൻ പരിചയപ്പെടുന്നത്. അവരിപ്പോൾ കാനഡയിൽ മോളെടുത്താണ്. ഞങ്ങൾ പോയ ടീമിൽ അവരുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഈ 7-8 ചർച്ചുകൾ ഞങ്ങൾ അവിടെ പോയി. ആ സ്ഥലങ്ങളെല്ലാം ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞത് എല്ലാം, കാരണം അവിടെ എല്ലാം ഹിന്ദുക്കളാണ്. നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന വിശ്വാസികളും ഉണ്ട്. അവരുടെ അടുത്തൊക്കെ ഞാൻ ഈ വേദമാണ് പറഞ്ഞത്. ഞാൻ നല്ല ബൈബിളൊന്നും ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പ്രസംഗത്തിനും കാര്യത്തിനൊന്നും പോയില്ല. കാരണം അതിനൊക്കെ നല്ല അക്ഷര ദേവദാസന്മാർ എൻ്റെ കൂടെ സൗകര്യമാരൊക്കെ നല്ല സൗകര്യമാരാണ് പ്രസംഗിക്കാനൊക്കെ. പക്ഷെ ഈ ഹിന്ദു വേദത്തെക്കുറിച്ചുള്ള സുവിശേഷം പറയാൻ അവർക്ക് പറ്റൂലല്ലോ, അവരെല്ലാം ക്രിസ്ത്യാനികളാണ്. അപ്പൊ ഹൈന്ദവ വേദപ്രകാരം ഹിന്ദുക്കളുടെ വേദത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തെ കണ്ട് യേശുക്രിസ്തുവിനെ കണ്ടിറങ്ങി വന്ന എനിക്ക് ആ സാക്ഷ്യം പറയാനുള്ളൂ. ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ എൻ്റെ പാസ്റ്റർ അത് അവരുടേതായ ഭാഷയിൽ തർജ്ജമ ചെയ്ത് കൊടുത്ത് 7-8 സ്ഥലങ്ങൾ കർത്താവിനെ സാക്ഷീകരിക്കാൻ സാധിച്ചു. അതോടൊപ്പം നേപ്പാളിൽ പോയി, ബീഹാറിൽ തന്നെ ഞങ്ങൾ നേപ്പാളിൽ പോയി. അവിടെ ഒരുപാട് ദൈവമക്കളുണ്ടായിരുന്നു നേപ്പാൾ ചർച്ച്. അവിടെയും ദൈവത്തെക്കുറിച്ച് എൻ്റെ വേദത്തിൽ കൂടി ഞാൻ അറിഞ്ഞ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം സഹായിച്ചു. അപ്പോഴവർക്കൊക്കെ അതൊരു ഭയങ്കര ഒരു പുതിയ അറിവായിരുന്നു. ഇങ്ങനെ ഹൈന്ദവത്തിലെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ അതിൽ നേപ്പാളിൽ പോയി ദൈവത്തെ സാക്ഷീകരിക്കാൻ ദൈവം അവസരം തന്നു. ബീഹാറിലെ പല സ്ഥലങ്ങളിലും പോകാൻ ദൈവം അവസരം തന്നു. ഗൾഫിൽ പോയി ദൈവത്തെ സാക്ഷീകരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരം തന്നു. ഇപ്പോൾ ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അറിയാത്ത രീതിയിൽ ടെസ്റ്റ് സിസ്റ്റർ നമ്പർ തന്നൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും നോക്കിയില്ല, വാട്സാപ്പ് ഇതൊന്നും ചെക്ക് ചെയ്യില്ല. ഇവിടെ പാസ്റ്റ് വിളിച്ചപ്പോഴാണ് ഞാൻ ഇതേക്കുറിച്ച് അറിയുന്നത്. ഇതിനിടയ്ക്ക് പിന്നെ ശാരീരികമായ ചില അസ്വസ്ഥകൾ പ്രയാസങ്ങൾ വന്നപ്പോഴാണ് ഇത്രയും സമയം എനിക്കൊന്ന് പറയാൻ ഒക്കുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് വന്നതാണ്. അപ്പോഴെൻ്റെ അടുത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സിസ്റ്റർ എന്നെ പറഞ്ഞ്, സാരമില്ല ആൻറ്റി, ലോകമെമ്പാടും അനേകർ കേൾക്കുന്ന ഒരു സാക്ഷ്യമാണ്. നമുക്കിപ്പോൾ ലോകമെമ്പാടും സർവ്വ ശിഷ്യുകളോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്തിനൊരു പരിധിയില്ലേ. ഇത് കേൾക്കുന്ന ഒരു ആഗോളതലത്തിൽ കേട്ടാലും ആൻറ്റിയുടെ ഈ ഒരു സാക്ഷ്യം ഒരു വ്യക്തിക്ക് ഒരു മാനസാന്തരം കൊടുത്ത്, നിങ്ങളെ പോലെ ഹിന്ദുക്കളായിട്ട് ജനിച്ച ഒരു മാനസാന്തരം വന്ന് ഈ രക്ഷകനെ കണ്ടുമുട്ടാൻ നിങ്ങളുടെ വേദത്തിൽ കൂടി സാധിക്കുമെങ്കിൽ അത് ദൈവമായിരിക്കും ഒരു അവസരമായിരിക്കും. തീർച്ചയായിട്ടും അവനെ വിട്ടുകളയരുത്. രോഗശാന്തിക്കോ ഒരു രോഗശാന്തി വന്നോ, ഒരു ഭൂതശാന്തി കിട്ടിയോ, ഒരു ജോലി കിട്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റൊരു സാഹചര്യത്തിൽ നിങ്ങൾ വിശ്വാസിയായതല്ല. നിങ്ങൾ ജനിച്ച് വളർന്ന മതഗ്രന്ഥത്തിൽ കൂടിയാണ് നിങ്ങളൊരു വിശ്വാസിയായിരിക്കുന്നത്. അത് അനേകരറിയണം. അങ്ങനെ വിശ്വാസത്തിൽ കടന്നു വന്ന ആരോനാക്ഷ മേനോന്റെ അനുഭവ സാക്ഷ്യം കേട്ട് വന്ന ഞാൻ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന സമയം ഞങ്ങൾ ആയിരിക്കുന്ന ആ സ്ഥലം സഭയിൽ ഒരു സുവിശേഷം വന്നു. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാർ സാർ ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ, കൺവെൻഷൻ വന്നപ്പോൾ ആ സാറിന് ഹൈന്ദവരിൽ നിന്നൊക്കെ വിശ്വാസം വരുന്നവരെയൊക്കെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ എന്നെ വിളിച്ച് സംസാരിച്ചു. എനിക്കൊരു പുസ്തകം തന്നു, ഹിന്ദു മത സംഗ്രഹം. ആ ബുക്ക് ഞാൻ വായിച്ചു. ഒരുപാട് 625 പേജുള്ള പുസ്തകം മൊത്തം വായിച്ച് അത് മഹാഭാരതവും രാമായണവും ഇതിഹാസങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വേദങ്ങളും സകലതും ഉണ്ട്. സംസ്കൃതത്തിൽ എഴുതി, മലയാളത്തിന്റെ പകർച്ചയുണ്ട്. എന്നിട്ട് അവസാനത്തെ ഒരു പേജിൽ കൊണ്ട് സാർ എഴുതിയിരിക്കുന്നത് ക്രിസ്തു തന്നെ പ്രജാപതി. അതൊക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് ഒരുപാട് വിശ്വാസം വർദ്ധിച്ചത്. ആ കൃഷ്ണൻകുട്ടി സാർ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കുടുംബ സുഹൃത്തായിരുന്നു. ട്രിവാൻഡ്രം ജില്ലയിൽ ഏത് സ്ഥലത്ത് പ്രസംഗത്തിന് വന്നാലും ഇവിടെ വരും. ഞാൻ പിന്നെ എൻ്റെ സഹോദരനെ, എൻ്റെ ഒരു അനിയത്തിയുടെ ഭർത്താവിനെയൊക്കെ സാറിന് പരിചയപ്പെടുത്തി കൊടുത്ത് അവരുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഇവിടെയുള്ള ഹിന്ദുക്കളെ എല്ലാവരെയും വിളിച്ച് ഞങ്ങൾ സാറിനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുമായിരുന്നു. അങ്ങനെ സുവിശേഷം ഈ പ്രദേശത്ത് കേൾക്കാനുള്ളവർ മിക്കവരെയും സുവിശേഷം പറയിക്കാൻ ഈ കൃഷ്ണൻകുട്ടി സാറിന്റെ, കാരണം അവരൊക്കെ പറയുമ്പോൾ അവർക്ക് പ്രാഗൽഭ്യത്തോടെ കേൾക്കാമല്ലോ. ഹൈന്ദവ വേദത്തിൽ കൂടിയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഈ നാട്ടിൽ ഈ ഹൈന്ദവർ മാത്രം ഇവിടെ ഒരു ക്രിസ്ത്യാനികളൊന്നും ഇവിടെ പറയാനില്ല, ആരുമില്ല. കുറച്ച് മുസ്ലിങ്ങളുണ്ട്, പിന്നെ ഈ തീരദേശത്ത് കത്തോലിക്ക പള്ളിയുണ്ട്. ഇപ്പോഴും അങ്ങനെയാണ്. എന്നിട്ട് ഞങ്ങളുടെ മക്കളുടെ വിവാഹത്തിന്, എൻഗേജ്മെന്റിനും വിവാഹത്തിനും പങ്കെടുത്ത സകല ഹൈന്ദവരും, ഞങ്ങളുടെ ബന്ധുക്കളും സ്വന്തക്കാരും നാട്ടുകാരും വന്ന് പങ്കെടുത്ത സർവമാന വ്യക്തികളും സുവിശേഷം കേൾക്കാൻ ഇടവരുത്തി.
ഇതൊക്കെയാണ് നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം. ആ സുവിശേഷം കേൾക്കുമ്പോൾ അത് അനേകർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇത് എപ്പോഴെങ്കിലും ഒന്ന് ക്രിയ ചെയ്യും. അപ്പോൾ എന്നെ കേൾക്കുന്ന ഈ സഹോദരങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചാൽ നാം മാത്ര ക്രിസ്ത്യാനികളായി മരിച്ചടക്കപ്പെട്ട വ്യക്തികളെ പൂജിക്കുന്ന പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് ക്രൈസ്തവരായി. കാരണം അവർ മാതാവിനെയും വിശുദ്ധന്മാരെയും ഒക്കെയും വച്ച് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന അനേകര് ഉണ്ട്. പക്ഷെ അവരോട് എനിക്കെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനും അങ്ങനെ പോയിട്ടുണ്ട്. കത്തോലിക്ക പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ഒരു കാർമൽ ഹിൽ മൊണാസ്ട്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ അവിടെ പഠിക്കുന്ന കാലത്ത് പോയിട്ട് അവിടെ ഒരു ഹെർമൻ അച്ഛൻ എന്ന് പറഞ്ഞ് ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കത്തോലിക്കക്കാരുമായിട്ടൊക്കെ. പക്ഷെ അവരാരും നമ്മുടെ അടുത്ത് സുവിശേഷം പറയില്ല. അവര് മാതാവിനെ വെച്ചും സ്വർഗസ്ഥനായ പിതാവിനെ വെച്ചും കൊന്തയിക്കുന്നത് മാത്രം പഠിപ്പിച്ചു വിടും. എന്തോ 10 സ്വർഗസ്ഥനായ പിതാവും ഒരു മാതാവും അങ്ങനെയൊക്കെ കൊന്തവിളിച്ചു വിടും. പക്ഷെ അവര് പറയുന്നത് പിന്നെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറഞ്ഞ പത്രങ്ങളിലൊക്കെ അവരിങ്ങനെ കൊടുക്കാറുണ്ട്, ഓരോ വിശുദ്ധന്മാരുടെ ഗീതാശ്ലീഹ അവരുടെയൊക്കെ വെച്ച്. പക്ഷേ ഞാൻ എൻ്റെ വേദപുസ്തകം വായിച്ചു വന്ന് നോക്കിയപ്പോൾ നിത്യസ്നേഹത്തിലൊക്കെ പറയുന്ന ആകാശത്തിന്റെ കീഴിൽ ഭൂമിയില് സർവ മനുഷ്യരുടെയും ഭൂമിയിൽ എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത യേശുക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ. അല്ലാതെ ഒരു മധ്യസ്ഥൻ ഭൂമിയിലില്ല. ഈ മധ്യസ്ഥൻ അത് വ്യക്തമായിട്ട് ബൈബിളിൽ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. മധ്യസ്ഥൻ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ എല്ലാവർക്കും വേണ്ടി മറുപടിയായി കൊടുത്ത യേശുക്രിസ്തുവാണ് മധ്യസ്ഥൻ എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ ഈ പള്ളിയിൽ നിന്നും അവിടെ നിന്നൊക്കെ എഴുതി കൊടുക്കുന്ന ഒരു വിശ്വാസ പ്രമാണ പുസ്തകം മാത്രം കൊണ്ടുപോയി അതിൽ പറയുന്നത് മാത്രം എൻ്റെ പിഴ വലിയ പിഴ എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. കാരണം അവരിന്നും പാപത്തിൽ കിടക്കുന്നതാണ് അവർ തോന്നല്. അവരിന്നും പാപത്തിൽ, ഞാൻ പാപത്തിൽ ജനിച്ചു, പാപത്തിൽ മരിച്ചു, ഇന്ന് പാപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, ഇതെന്റെ പിഴയാണ്, വലിയ പിഴ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് മാതാവിനെയും വിശുദ്ധന്മാരെയും പ്രാർത്ഥിക്കുന്നു. അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. കാരണം വെച്ചാൽ മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രം. പിതാവാൻ ദൈവത്തിൽ നമ്മളോട് ചേർക്കാനുള്ള ഒരു മീഡിയേറ്റർ യേശു അല്ലാതെ മറ്റാരുമില്ല. നമ്മൾ പത്രോസ് ലേഖനത്തിൽ വായിക്കുന്ന വിളിച്ചവനുടെ സദ്ഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശമാകുന്നു നമ്മൾ. പിന്നെ നമ്മളെങ്ങനെ പാപികളാകുന്നത്? കർത്താവിന്റെ രക്തത്താൽ നമ്മെ ദൈവം വിളിച്ച് വിശുദ്ധീകരിച്ച് നമ്മൾ കർത്താവിന്റെ മക്കളായി തീർന്നെങ്കിൽ നമ്മൾ വിശുദ്ധരാണ്. അല്ലാതെ കുറച്ചു പേരെ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റിയൊരു വിശുദ്ധ പദവിയൊന്നും ദൈവം കൊടുത്തിട്ടില്ല. ഒരു എന്തെങ്കിലും അത്ഭുതം ചെയ്യുമ്പോഴേക്കും ഉള്ള ഒരു വിശുദ്ധ പദവിയല്ല. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും ദൈവത്തിന് വിശുദ്ധരാണ്. അങ്ങനെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് വിശുദ്ധരായ ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കും പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. ദൈവത്തെ പോലെ നമുക്ക് വിശുദ്ധരാകാൻ സാധിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. ദൈവത്തെ പോലെ നമുക്ക് വിശുദ്ധിയാകാൻ സാധിച്ചില്ല, അത് ദൈവത്തിനെ സാധിക്കും. നമ്മളിപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മളിനെ രക്ഷിക്കപ്പെടും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ മരണത്തോടു കൂടി നമ്മൾ പൂർണ്ണതയിൽ എത്തുന്നുള്ളു. അതുവരെയും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനുഷ്യരല്ലേ, വാക്കിലും നമ്മുടെ ചിന്തയിലും സംസാരത്തിലും പോക്കിലും വരവിലും ഏർപ്പാടുകളിലൊക്കെ കുറവുകൾ വരും. അത് നമ്മൾ അനുദിനം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് രൂപാന്തരം പ്രാപിച്ച് ദൈവസന്നിധിയിൽ അങ്ങ് പോവുകയല്ലാതെ ഞാൻ ഇന്നും പാപിയാണ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവർ പാപത്താൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്താൽ അങ്ങ് മരിച്ചാൽ അവർ പോകണം നരകം. കാരണം പാപി പോകണം പാതാളമാണെന്ന് നമ്മൾ ഹിന്ദുക്കളായിരുന്നപ്പോഴേ കേട്ടിട്ടുണ്ട്. അങ്ങനെ പാപത്തിൽ ജനിച്ച് പോണ പാതാളത്തിൽ രക്ഷപ്പെടാനാണ് ഞങ്ങൾ ശബരിമലയിൽ കെട്ടും കെട്ടി പോണത്, അമ്പലങ്ങളിൽ തോറും നേർച്ച അടിക്കുന്നതും മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതും പൂജ അടിക്കുന്നതൊക്കെ നമ്മുടെ പാപത്തിന് വേണ്ടി നല്ല പ്രവൃത്തി ചെയ്യുക. അത് മാത്രമാണ് ഞങ്ങളുടെ വിശ്വാസം, അല്ലാതെ അല്ല. അതുപോലെ തന്നെ ഹൈന്ദവരായി ജനിച്ചു വളർന്ന ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളെ വന്ന് RSSകാരാണ് പുറത്താക്കി പൂട്ടിച്ചു പോയത്. അവരൊന്നും ഈ സത്യം അറിയുന്നില്ല. അവര് നമ്മുടെ 10 അവതാരം ഹൈന്ദവത്തിൽ പറയുന്ന ഉണ്ട്. ദൈവം 10 അവതാരമായിട്ട് ഈ ഭൂമിയിൽ അവതരിക്കുമെന്ന്. മത്സ്യപൂർണ്ണ, വരാഗച്ച, നരസിംഹ, വാമന, കൽക്കി, അവസാനം കൽക്കി. കൃഷ്ണൻ വരെയുള്ള 9 അവതാരം വന്ന് ഇനി വരാനുള്ളത് കൽക്കി അവതാരാന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ 9 അവതാരത്തിൽ വരുന്നതാണ് നമുക്ക് ശ്രീരാമൻ, കൃഷ്ണൻ. അപ്പൊ അവരൊക്കെ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു അധർമ്മത്തോട് പോരാടി ധർമ്മത്തെ ജയിച്ച് മരിച്ചു പോയവരാണ്. അവരെയൊക്കെയാണ് ഹിന്ദുക്കളെ ഞങ്ങളൊക്കെ ദൈവമെന്ന് ആചരിച്ചൊക്കെ നടന്നത് അവരൊക്കെ തന്നെയാണ്. പക്ഷേ പാപത്തിന് പരിഹാരം ആരും വരുത്തിയതായിട്ട് ഞാൻ നമ്മുടെ ഒരു ദൈവത്തിനും കണ്ടില്ല. പാപത്തിന് പരിഹാരമില്ല. പാപത്തിന് പരിഹാരം ഞങ്ങൾ കാണുന്ന എന്താണ്? ഗംഗയിൽ പോയി മുങ്ങി കുളിച്ചാൽ പാപം തീരുമെന്ന് പറയും മലയ്ക്ക്. അതായത് ഞങ്ങളുടെ നേർച്ച കാഴ്ചകൾ.
പാപത്തിന് വേണ്ടിയുള്ള നേർച്ച കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ യഥാവധി ഓരോരുത്തരെ പഠിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ പുണ്യപ്രവൃത്തികളൊക്കെയും നമ്മൾ പുണ്യപ്രവൃത്തി ചെയ്താൽ നമുക്ക് ദൈവരാജ്യത്ത് പോകാം, സ്വർഗത്തിൽ പോകാം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ അത് യശയ്യാപ്രവചനം വായിച്ച് പഠിച്ചപ്പോഴായിരുന്നു പുണ്യപ്രവൃത്തിയൊക്കെയും കറ പുരണ്ട തുണി, അല്ലാതെ മോക്ഷത്തിൽ നമ്മൾ എത്തിക്കുന്നില്ല. പിന്നെ മറ്റൊരുവൻ രക്ഷയില്ലാതെ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവും ഇല്ല. അപ്പോസ്തലർ 4:12. അങ്ങനെ നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ വേറെ ഒരു നാമവും ഇല്ലെന്ന് പറയുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് നാമങ്ങളാണ് ഞങ്ങൾക്ക്. 33 കോടി നാമമാണ് ഞങ്ങൾക്കുള്ളത്. ഇവർക്കൊക്കെ ഒരു നാമമുള്ളത്. ഞങ്ങൾ 33 മുക്കോടി നാമം കൊണ്ട് നടന്ന് നമുക്ക് ഇങ്ങനെ വന്ന ഞങ്ങൾ ബൈബിൾ എടുത്തപ്പോൾ അതിലെഴുതിയിരിക്കുന്ന മറ്റൊരുവൻ രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യര്. അവരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല, ഈ യേശുവിന്റെ നാമമല്ലാതെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ദൈവവചനം നമ്മൾ വായിച്ച് പഠിച്ചു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു സർവ്വമാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി ഈ ഭൂമിയിൽ വന്നു. സർവ്വമാനവരാശി, അതിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ജൈനനെന്നോ ജൂതനെന്നോ പാഴ്സിയെന്നോ സിഖെന്നോ ഒന്നും ഇല്ല. മനുഷ്യർ, ഏക മനുഷ്യന്റെ പാപവും പാപത്താൽ മരണവും ഭൂമിയിൽ സംഭവിച്ചു. ഈ യേശുക്രിസ്തു രക്തത്തിൽ വിശ്വസിച്ച കർത്താവെ, ഞാനും ഒരു പാപിയാണല്ലോ, പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് വേണ്ടിയ മരണം ഏറ്റെടുക്കാനാണല്ലോ പിതാവാൻ ദൈവം നീതിമാനായതുകൊണ്ട് പാപത്തിന്റെ ശമ്പളമായ മരണം നടന്നേ മതിയാകൂ. പക്ഷെ അതിന് ആ മരണം മനുഷ്യൻ ഏറ്റെടുക്കുന്നതിന് പകരമാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് തന്റെ ശുദ്ധരക്തം ചിന്തി പാപത്തെ കഴുകി പിതാവാൻ ദൈവസന്നിധിയിൽ മനുഷ്യരുടെ പാപത്തിന്റെ ശമ്പളമായ മരണം പിതാവാൻ ദൈവസന്നിധിയിൽ പുത്രനായ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തതാണ് നമുക്ക് വേണ്ടി ദൈവം ചെയ്ത ഏറ്റവും വലിയ പുണ്യം. ദേഹരൂപം മനുഷ്യനെങ്കിലും ദൈവരൂപത്തിൽ അവതരിച്ച ദൈവത്തിന്റെ ചൈതന്യമായ ആത്മാവാൽ ജനിച്ചത് ദൈവപുത്രന് മരണമില്ലാത്തത് കൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പാപത്തിന്റെ ശമ്പളം തീർത്തു. പാപത്തെന്ന് മനുഷ്യരെ ശുദ്ധീകരിച്ചു. താൻ ഈ ഭൂമിയിലേക്ക് ജഡമെടുത്ത് യജ്ഞത്തിന് വേണ്ടി കടന്നു വന്ന ജോലി എന്ന് തന്നെ നമുക്ക് നാട്ടിൽ പറയാം, നാട്ടുഭാഷയിൽ പറയാം. അതായത് താൻ ഏറ്റെടുത്ത് ആ ജോലി നിർവഹിച്ച് സന്തോഷത്തോടെ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം വീണ്ടും ഭൂമിയിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. തന്നിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ, തന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും കൂട്ടിച്ചേർക്കാൻ കർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ വരും. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യാശ. ആ പ്രത്യക്ഷതയാണ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വരുന്ന കുറ്റങ്ങളും കുറവുകളും, ഈ വരുന്ന പരിഹാസങ്ങളും, അടിയായാലും പിടിയായാലും എന്തൊരു ഭീഷണിയായാലും ആർസർവ് നടിച്ചാലും ഏത് സമുദായക്കാരും ഒന്ന് ഭീഷണിപ്പെടുത്തിയാലും നമ്മൾ ദൈവമുഖത്തേക്ക് നോക്കി പോകുന്ന കാര്യം ദൈവം അനുഭവിച്ചതിന്റെ എത്രയോ അംശങ്ങൾ നമ്മൾ അനുഭവിച്ചില്ലല്ലോ. നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം കർത്താവ് ഇതെല്ലാം അനുഭവിച്ചപ്പോൾ നമ്മൾ നശിച്ചു പോകുന്ന നമ്മെ ഓരോരുത്തരെയാണ് ദൈവം മുഖം കണ്ടത്. ലോകസ്ഥാനത്തിന് മുന്നമേ നമ്മളെ കണ്ടു. അത് ഒരു ജാതിയിലോ ഒരു മതത്തിലോ ഉള്ളവരെ കണ്ടല്ല. കർത്താവ് വന്നത് സർവ്വമാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായാണ് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. അത് നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. അത് നമ്മൾ വിശ്വസിക്കണം. കാരണം എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ഒന്ന് അമ്പലത്തിൽ പോവുകയോ ഒന്ന് പൂജയ്ക്ക് ചെയ്യുന്നവളായിരുന്നില്ല ഞാൻ. അത്ര തീവ്രമായ ഒരു ഹിന്ദുത്വത്തിലായിരുന്നു. എൻ്റെ ഇളയ മോൻ ഇപ്പോഴും എന്നെ ഒന്ന് കളിയാക്കി. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ ക്ഷേത്രം. ഭയങ്കര ക്ഷേത്രമാണ് ചാർക്കര ക്ഷേത്രം. ചുറ്റുവട്ടത്തൊക്കെ അവിടുത്തെ ജോലിക്കാരൊക്കെ താമസിക്കുന്നുണ്ട്, പൂജാരിമാരൊക്കെ. എൻ്റെ മോൻ പറയപ്പോൾ ഇവിടെ എല്ലാ മാസവും കുംഭമാസം 1-ാം തീയതി ലക്ഷക്കണക്കിനാണ് പൊങ്കാല. എൻ്റെ മോൻ പറയും, അമ്മ വിശ്വാസം വന്നില്ലെങ്കിൽ ഇവിടെ ഒറ്റ കാലം വേറെ ഒരു മനുഷ്യർക്കും കിട്ടില്ല. സർവ്വ അടുപ്പം അമ്മ അടങ്കൽ തിഞ്ഞെടുക്കുമായിരുന്നു പൊങ്കാലയ്ക്ക് വേണ്ടി. ഇവിടെ 10, 30, 40, 60 കലമൊക്കെ കൊണ്ടുവച്ച് പൊങ്കാല ഇടുന്നവരുണ്ട്. അമ്മ വിശ്വാസത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ പൊങ്കാല ഇടാൻ ഒരൊറ്റ അടുപ്പ് ഒരു മനുഷ്യർക്ക് കൊടുക്കില്ല. അമ്മ അടങ്കൽ തിഞ്ഞെടുത്ത് അവിടെ ചെന്നിരിക്കുമായിരുന്നു. എൻ്റെ മോൻ ഇപ്പോഴും എന്നെ കളിയാക്കും. അത്ര ഒരു തീവ്ര ഹിന്ദു. ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലൊക്കെ പ്രസിദ്ധമായ പൊങ്കാലയ്ക്കൊക്കെ ഞാൻ എത്രയോ തവണ പോയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത്. ഭയങ്കരമായ ഫലങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ. എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ അമ്പലത്തിൽ ഈ അരോധാക്ഷമന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ പറയും, ഇവര് യേശുവാണ് ദൈവം എന്ന് പറയുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നേർന്ന് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നുണ്ട്. അസുഖമായാലും മറ്റെന്ത് കാര്യമായാലും. പിന്നെ എന്താണ് ഇവരിങ്ങനെ യേശുവിനെ മാത്രം പ്രാർത്ഥിച്ചെന്ന് മനസ്സിലായെന്ന് വെച്ചപ്പോൾ ആ ദേവദാസൻ പ്രാർത്ഥിച്ച ഒരു
പ്രാർത്ഥനയുണ്ട് പറഞ്ഞു തന്നത്. അതായത് അത് സാമവേദത്തിലാണ്. ഓം ദരിദ്രായ നമഃ, ഓം കന്യകസൂതായ നമഃ, ഓം വൃക്ഷത്തോപാദിതായ നമഃ, ഓം പഞ്ചകായ നമഃ, ഓം നാരായണായ നമഃ. ഇങ്ങനെ 5 മന്ത്രം. ഈ മന്ത്രം ചൊല്ലുന്നത് ആരാണ്? പോറ്റിമാരാണ്, പൂജാരിമാരാണ്. വേദമാണ് അവർ ചൊല്ലുന്നത്. അപ്പൊ ഈ പൂജാരി പറയുന്ന ഈ മന്ത്രം ആ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് തരുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് ഫലിക്കുന്നത്. നിങ്ങൾ വെളിയിൽ നിൽക്കുന്ന നിങ്ങൾ വിശ്വാസികൾ ഏത് വിഗ്രഹമാണ് ക്ഷേത്രത്തിനകത്തിരിക്കുന്നത് അത് നോക്കി ആ പേര് പറഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൂജാരി ഈ ശ്രീകോവിലിനകത്ത് പൂവും ചന്ദനവുമായിട്ട് ഇരുന്ന് ശ്രീകോവിലിന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ബ്രാഹ്മണൻ പറയുന്ന പ്രാർത്ഥന, പൂജാരി പറയുന്ന പ്രാർത്ഥനയാണിത്. ഓം കന്യകസുതായ നമഃ, കന്യക പ്രസവിച്ചവനെ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. ഓം ദരിദ്രായ നമഃ, ദരിദ്രനായി പിറന്നവനെ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. പഞ്ചധൂപാദിതായ നമഃ, 5 മുറിവ് ഏറ്റവനെ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. വൃക്ഷക്കുറ്റിയിൽ തറയ്ക്കപ്പെട്ട് കൊന്നവനെ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. നാരായണായ നമഃ, വെള്ളത്തിന്മേൽക്ക് നടന്നവനെ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. ഇത് ആരെക്കുറിച്ചാണെന്നാണ് ആ പുള്ളി ചോദിച്ചത്. ഇതിലാണ് ഞാൻ ഈ പ്രാർത്ഥനയിലാണ് ഞാൻ വീണുപോയത്. ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം നമ്മൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ പൂജകൾക്കും ഞങ്ങൾക്ക് ഫലം കിട്ടുന്നുണ്ട്, മിക്കതിനും ഫലം കിട്ടും. അപ്പൊ പിന്നെ ഞങ്ങളുടെ ദൈവങ്ങൾക്ക് ശക്തിയിലും ചോദിച്ചു ഉള്ള സംശയം ഇരുന്നപ്പോഴേ ആ പുള്ളി എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് വരാം. പക്ഷെ അവരുടെ പ്രാർത്ഥന മന്ത്രം ഇതാണ്. അവര് പ്രാർത്ഥിക്കുന്നത് ഇതാണ്: കന്യക പ്രസവിച്ചവനെ നിന്നെ നമസ്കരിക്കുന്നു, ദരിദ്രനായി പിറന്നവനെ നമസ്കരിക്കുന്നു. കന്യകയാണ് യേശുവിനെ പ്രസവിച്ചത്. ദരിദ്രനായി ഇറക്കാൻ ഒരു സ്ഥലം പോലും കിട്ടാതെ ജനിച്ചവനാണ് യേശു ക്രിസ്തു. ശരീരത്തിൽ 5 മുറിവേറ്റവനാണ്. പഞ്ചകായ പഞ്ചകായ സംസ്കൃത പദമാണ്. പിന്നെ വൃക്ഷത്തോപാതായ വൃക്ഷത്തിന്മേൽ വൃക്ഷക്കുറ്റിമേൽ തറയ്ക്കപ്പെട്ട് കൊന്നവനെ നമസ്കരിക്കുന്നു. ഞങ്ങൾ നാരായണായ നമഃ നമ്മൾ പറയും. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൂപ്പനൊക്കെ കിടന്ന് രാത്രി വിളിക്കുന്നു, ഓരോ കിടന്ന് നാരായണ. ഞങ്ങൾ മഹാവിഷ്ണുവിനെയാണ് അപ്പോൾ പറയുന്നത്. കാരണം വെള്ളത്തിൽ കിടക്കുന്ന പാമ്പിന്റെ പുറത്ത് കിടക്കുന്ന മഹാവിഷ്ണു ഞങ്ങളുടെ ഏറ്റവും വലിയ ദൈവമാണ്. സൂപ്പർ ഡിഗ്രി ഉള്ള ഏറ്റവും കൂടിയ ദൈവമാണ് മഹാവിഷ്ണു ശിവനും ഒക്കെ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. പക്ഷെ ഇവര് പറയുന്നത് വെള്ളം, നാരായണ വെള്ളത്തിന്മേൽ അയനം ചെയ്തവനെ, വെള്ളത്തിന്മേൽ നടന്നവൻ യേശുക്രിസ്തു. കടലിൽ മീതെ 4 നടന്നത് യേശുക്രിസ്തു. അപ്പൊ ഈ ലക്ഷണങ്ങൾ പറഞ്ഞാണ് പൂജ നടത്തുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫലിക്കുന്നത്. കരുക്ക് ചോദിച്ചു കുടിച്ചാലും, പൊങ്കാല ഇട്ടാലും, നൂല് ചോദിച്ചു കെട്ടിയാലും, ഇനി എന്തൊക്കെ ചെയ്ത് നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയാലും അതിൽ നിന്ന് ലഭിക്കുന്നത് ഈ മന്ത്രം പറഞ്ഞു തരുന്നത് കൊണ്ടാണ്. അതാണ് ഫലിക്കുന്നത്. അപ്പൊ ഈ മന്ത്രം ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നിങ്ങൾ വെളിയിൽ നിന്ന് ഏതെല്ലാം വിഗ്രഹങ്ങളെ കണ്ട് പ്രാർത്ഥിക്കും, ആ വിഗ്രഹത്തെ വെച്ചല്ല ആ പോറ്റി പൂജിച്ചു തന്നത്. ഇത്രയും മന്ത്രം പറഞ്ഞ് എത്രയോ പ്രാവശ്യം പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കൊണ്ട് ചന്ദനവും പൂവും പൊട്ടും കരിക്കും ഒക്കെ തരുമ്പോഴേക്ക് നിങ്ങളത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അത് ഫലം തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തില് വിശ്വസിച്ച് എനിക്ക് കേൾക്കുന്നവരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: മറ്റൊരുവൻ രക്ഷയില്ല. മരണശേഷം മോക്ഷം വേണം. എൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ സഹോദരി പറഞ്ഞു, മോളെ നീ എന്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, സ്വർണ്ണം ഇല്ല. അതായത് അന്ന് എനിക്ക് 32 വയസ്സൊക്കെ വരുള്ളൂ, 34 വയസ്സ് വരും അന്ന്. മോളെ നീ നല്ല കൊച്ചു പ്രായത്തിൽ നീ ഇങ്ങനെ ഈ കമ്മലിമാലയൊക്കെ ഊരി കളഞ്ഞ് നീ എന്ത് ഇതൊക്കെ ആയിട്ടൊക്കെ നടക്കേണ്ടി, നമുക്കൊരു കാര്യങ്ങളൊക്കെ വന്ന് 4 പേര് കൂടുന്നിടത്ത് നീ ഇതെന്തോന്ന് ഇങ്ങനെ ഒരുമാതിരി നിനക്ക് ഒന്നും തോന്നൂല, നാണക്കേടൊന്നും തോന്നൂല ഇങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിക്കാൻ. മറ്റേത് ഈ ഹിന്ദുക്കളുടെ ഒരു ആഘോഷം വന്നാൽ പൊട്ടും പൂവും പട്ടും ഭയങ്കര ആഡംബരമാണ്, ഒരു ഭയങ്കര അലങ്കാരമായിട്ടൊക്കെയാണ് പോകുന്നത്. ഇവിടൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. പഠിച്ചിരുന്ന കാലത്തും ഒക്കെ അങ്ങനെ ആയിരുന്നു. വലിയ അലങ്കാരമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ കമ്പിലും മാലയൊക്കെ നമുക്ക് മാറിടാനൊക്കെ ഇഷ്ടമുള്ള പ്രായമൊക്കെ ആയിരുന്നു പഠിക്കുന്ന കാലത്തൊക്കെ. ഞാൻ ഡിഗ്രി എടുത്ത് അതിനുശേഷം MA ചേർത്ത് പഠിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ മൂത്ത മോൻ്റെ ജനനമൊക്കെ ആയപ്പോൾ ഞാനങ്ങ് മാറിയത്. പഠിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പ്രായം ചെന്നിട്ടും ആ പെനിയലിൽ പോയി ഞാൻ ബിബ്ലിക്കൽ കൗൺസിലിംഗ് കോഴ്സിന് ഞാൻ 3 വർഷം പഠിച്ച് ഡിഗ്രി എടുത്തത്. ഇപ്പോഴും എനിക്ക് വീണ്ടും പഠിക്കാനുള്ള ആഗ്രഹം ഇപ്പോഴും ഉണ്ട്, സത്യം പറയുകയാണെങ്കിൽ. അവിടെ അതിൻ്റെ മാസ്റ്റർ ഡിഗ്രി തുടങ്ങുകയാണെങ്കിൽ അറിയിക്കണേ സാറേ, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ നല്ല പ്രായത്തിൽ ഇപ്പോൾ വേണ്ടേ സ്വർണ്ണമൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കേണ്ട പ്രായമല്ലേ, നീ ഈ സ്വർണ്ണമൊക്കെ ഇങ്ങനെ ഈ ഒരു പൊട്ട് വയ്ക്കുന്നില്ല, ഒരു പൂ വയ്ക്കുന്നില്ല, അതൊക്കെ നമുക്ക് നിന്നെ കാണുമ്പോൾ തന്നെ അങ്ങ് കഷ്ടം തോന്നും, പാവം തോന്നും. ഈ നമ്മൾ ഉള്ള ജീവിതം നമ്മൾ ആസ്വദിക്കണം മോളെ.
തിന്ന് തിന്നുക കുടിക്കുക ചാവുക, അല്ലാതെ നമ്മൾ നാളത്തേക്ക് എന്തോന്നാ പറഞ്ഞത്? നമ്മൾ വചനം വായിച്ചപ്പോഴാണ് അതിനകത്തുള്ളത്. തിന്നുക കുടിക്കുക ചാവുക, തിന്നുക കുടിക്കുക ആനന്ദിക്കുക, നാളെ ചാവുമല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ഞങ്ങളെ ഹിന്ദുക്കൾ ചിന്തിക്കുന്നത്. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്ത് അങ്ങ് അങ്ങ് ജീവിച്ച് മരിച്ചാൽ മതി, നമുക്കങ്ങ് ദൈവരാജ്യത്ത് പോകാം, സ്വർഗത്തിൽ പോകാം. പക്ഷെ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെടുത്ത് നമ്മൾ പറയുന്നുണ്ട്. വന്ന് ദൈവത്തോട് കണ്ണുനീരൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പോലെ, ഞങ്ങളെ മാനിക്കുന്നവരുണ്ട്, ബന്ധുക്കളും സ്വന്തക്കാരും ചാർച്ചക്കാരും ഒക്കെ ഉണ്ട്. കാരണം എൻ്റെ അമ്മയുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ അവർ 13 പേരുണ്ട്. എൻ്റെ അമ്മ ഏറ്റവും മൂത്തത്. അവർ 13 മക്കളാണ്. എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾ ഈ വിശ്വാസത്തിൽ വന്നെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ പ്രത്യേകിച്ച് വെറുപ്പ് വന്നില്ല. എൻ്റെ ഒരു കുഞ്ഞമ്മ ഇടയ്ക്ക് പറയുകയും ചെയ്തു, അവളുടെ മകൻ്റെ ഒരു വിവാഹം വന്നപ്പോൾ അവരുടെ അടുത്ത് പറയും, എൻ്റെ മൂത്ത അക്കയുടെയും ഒക്കെ മക്കളൊക്കെ വിശ്വാസികളാണ്, അവർക്കും കൂടെ കല്യാണത്തിൽ പങ്കെടുക്കത്തക്ക രീതിയിൽ മാത്രമേ നിങ്ങൾ ദിവസം കുറിക്കാവൂ. കാരണം ഞായറാഴ്ച എന്ത് വന്നാലും അവർ വരില്ല. എന്ത് വന്നാലും ഞായറാഴ്ച ഒരു ദിവസം നമ്മുടെ കുടുംബത്തിലല്ല എവിടെ എന്ത് വിഷയം നടന്നാലും അവർ വരില്ല. അവർക്ക് ഒരു വിഷയമില്ല, അവർ വരില്ല. എനിക്ക് അവരെ പങ്കെടുപ്പിക്കണം. അങ്ങനെയൊക്കെ അവസാനമൊക്കെ ആയപ്പോഴൊക്കെ അനുകൂലപ്പെട്ട് വന്നവരുണ്ട്. അവർ വിശ്വാസത്തിലൊന്നും ഇല്ല എങ്കിലും നമ്മുടെ അടുത്ത് സ്നേഹക്കുറവൊന്നുമില്ല. ഞങ്ങളുടെ ബന്ധത്തിലും സ്വന്തക്കാരിലും ഒക്കെ അനേകരുടെ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിലുള്ളവരുണ്ട്, സ്നാനപ്പെട്ടവരുണ്ട്, അകലം വിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പൊ മനുഷ്യരുടെ അടുത്ത് ഇപ്പൊ ഏത് വിശ്വാസത്തിൽ ജീവിച്ചാലും മനുഷ്യരായിട്ടാണ് ആ ഭൂമിയിൽ ജനിച്ചത്. അല്ലാതെ നമ്മളിപ്പോ എന്താ പറയാ, ജാതിയും മതവും ഒക്കെ മനുഷ്യരുണ്ടാക്കി വെച്ചതല്ലേ. മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു എങ്കിൽ പാപിയായിട്ടാണ് ജനിക്കുന്നത്. ഏതെങ്കിലും തോട്ടത്തിൽ ആദോവയും പാപം ചെയ്തപ്പോൾ അവരുടെ സന്താനങ്ങളാണ് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും. ആ അനുസരണക്കേടിന്റെ ഫലമാണ് മനുഷ്യൻ പാപിയായി തീർന്നത്. ആ പാപത്തിന്റെ പരിഹാരം ദൈവത്തിൽ നിന്ന് അവരങ്ങ് അകന്നു പോയപ്പോൾ ആ ദൈവമായിട്ട് വീണ്ടും അടുപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് സകല മനുഷ്യരുടെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് മരിച്ചത് കൊണ്ട് നമ്മുടെ പാപം നീങ്ങി. അത് വിശ്വസിക്കുന്നവർക്ക്, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു അതുകൊണ്ട് ഏറ്റു പറഞ്ഞാൽ രക്താംബരം പോലെ കടും ചുവപ്പായാലും നമ്മുടെ പാപങ്ങൾ ഹിമം പോലെ ദൈവം വെളുപ്പിച്ച് തരും. അതിന് ജാതി മതം ഒന്നുമില്ല, ജാതിയില്ല മതവും ഇല്ല. മനുഷ്യരാണോ പാപിയാണ്. നമ്മൾ പാപം ചെയ്തിട്ടില്ല. എൻ്റെ നാത്തു എനിക്ക് പറഞ്ഞു, എൻ്റെ അമ്മാവിയമ്മ എൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ സുവിശേഷമൊക്കെ പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാനൊക്കെ ഇരുന്നപ്പോഴേക്ക് ഒരു മോള് എന്ന് പറഞ്ഞു, എൻ്റെ അമ്മ ഒരു പാവം ചെയ്തിട്ടില്ല, പാവം ചെയ്തിട്ടൊക്കെ ചെന്ന് സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാവം ചെയ്തില്ലെങ്കിൽ മരിക്കരുത്, ഈ ഭൂമി കാണണം കാലാകാലം. പാപത്തിന്റെ ശമ്പളമാണ് മരണം. അങ്ങനെ മരിച്ചു പോകുന്നവരെ രക്ഷിക്കാനാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് യാഗമായത്. അത് വിശ്വസിച്ചാൽ മരിച്ചാലും ജീവിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ പോക്ക് തന്നെ. അല്ലാതെ അമ്മ പാപം ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുന്ന, പാപം ചെയ്തിട്ട് നമ്മൾ പറയാം. പക്ഷെ ജന്മനാ പാപിയാണ്, അതുകൊണ്ടാണ് മരിക്കുന്നത്. ജന്മനാ പാപം ചെയ്തവരാണ് കർമ്മത്തിൽ പാപം ചെയ്യുന്നത്. അവരാണ് മരിക്കുമ്പോഴും നമ്മൾ നരകത്തിലോട്ട് പോകുന്നത്. അത് രക്ഷിക്കാനാണ് യേശുക്രിസ്തു വന്നത്. അല്ലാതെ നമ്മുടെ പൂജാകർമ്മങ്ങളൊന്നും നമ്മളെ ദൈവത്തിൽ എത്തിക്കില്ല. നീ ഇത് ആരോടൊന്നും പറയാതെ ആളെടുത്തിട്ട് അടിക്കുന്നൊക്കെ പറയും. കൃഷ്ണൻകുട്ടി സാറും പറഞ്ഞു, നമുക്ക് ഇതിനെ പരസ്യമായിട്ട് ഞാൻ ട്രാക്റ്റൊക്കെ എഴുതി ഇങ്ങനെ ഈ വേദം വെച്ച് എഴുതാൻ സാറ് പറഞ്ഞ് അങ്ങനെ നമ്മൾ കൊടുത്താൽ മത അവഹേളനവും നിന്ദയാവും പ്രശ്നങ്ങളുണ്ടാവും. സാറിന് ഏതെങ്കിലും ഒരുപാട് സ്ഥലത്തൊക്കെ അടിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ വേദം പറഞ്ഞപ്പോഴും. ഈ ഹൈന്ദവ വേദത്തിൽ കൂടി പ്രജാപതി വെളിപ്പെടുത്താൻ പോയപ്പോൾ 3-4 സ്റ്റേജിൽ സാറിന് അടി വന്നെന്ന് പറഞ്ഞു. അതോടെ സാർ അതങ്ങ് വെച്ച് നിർത്തി. പിന്നെ പുസ്തകം എഴുത്തു തുടങ്ങി. പിന്നെ ദൈവം കണ്ടവരെയൊക്കെ ദൈവം വിളിച്ച് വേർതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സ്വർഗത്തിലെ ദൈവം എന്നെയും കണ്ടിരുന്നു, എൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും എൻ്റെ ബന്ധത്തിൽ കുറച്ചു പേര് ഒക്കെ കർത്താവ് കണ്ടത് കൊണ്ട് ഇന്ന് ഈ ഒരു ഭാഗ്യ പദവിയിലെത്താൻ എനിക്കും ദൈവം അവസരം നൽകി. ഇങ്ങനെ ഒരു ദൈവദാസനെ പരിചയപ്പെടാൻ സാധിച്ചു. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും, ഹിന്ദുവിൽ തന്നെ പല വകുപ്പുകൾ ഉണ്ടായാലും, ക്രിസ്ത്യൻ ആയാലും, ഏത് മതത്തിൽപ്പെട്ടവരായാലും മനുഷ്യരായിട്ടാണോ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ഭൂമിയിൽ സമാധാനവും മരണശേഷം മോക്ഷവും ഈ ഒരു ദൈവത്തിന്റെ വാക്കിലല്ലാതെ മറ്റൊരുവനും രക്ഷയില്ല. അതനുഭവിച്ചറിഞ്ഞതാണ് ഞാൻ. ഇനി എത്ര കാലമാണ് ഈ ഭൂമി ദൈവം ശേഷിപ്പിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ആ ശേഷിപ്പിക്കുന്ന കാലം അത്രയും ഈ മഹത്വമുള്ള ദൈവത്തെ, എനിക്ക് വേണ്ടി മരിച്ച ദൈവത്തെ, എൻ്റെ പാവങ്ങളെ ചുമന്ന ദൈവത്തെ അവസാനം വരെ വിശ്വസ്തയോടെ സേവിച്ച് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണം എന്നുള്ളതാണ് ആഗ്രഹവും പ്രാർത്ഥനയും. അതിനുവേണ്ടി എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭർത്താവിന്റെ പേര് സലീം കുഞ്ഞികൃഷ്ണൻ, എൻ്റെ മൂത്ത മോന്റെ പേര് വിഷ്ണു. അത് ആദ്യം പറയാൻ വിട്ടുപോയി. എൻ്റെ മകൾ വൃന്ദ, എൻ്റെ ഇളയ മകൻ വിശാഖ്. മൂത്ത മകൻ 2 കുഞ്ഞുങ്ങളായിട്ട് ഗൾഫില്, മകൾക്ക് 2 കുട്ടികൾ, എൻ്റെ മകന് 1 മോള് ഇളയവൾ.
എല്ലാവരും ദൈവകൃപയാൽ വിശ്വാസം നിൽക്കുന്നു. അവരുടെ ജീവനക്കാർ പിള്ളേരാണ്. വിശ്വാസം വീണ് പോകാതിരിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ നല്ല ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പ്രിയ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം. ഔചാരിതമായി ഇങ്ങനെ ഒരു അവസരം സ്വർഗത്തിലെ ദൈവമേ അവിടെ ഞങ്ങൾക്ക് ഒരുക്കി തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ, മറ്റൊരുവൻ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല എന്നുള്ള പരമമായ സത്യം ഗ്രഹിക്കുവാൻ ഇത് കേൾക്കുന്ന ഏവരെയും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സ്വർഗത്തിലെ ദൈവത്തിനും ഡാനിയൽ ജോൺ പാസ്റ്റർക്കും കർത്താവ് യേശുക്രിസ്തുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു പ്രിയ സുലേഖ ആൻറ്റി. ഇത്രത്തോളം സമയം അരോമ TV പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അത്ഭുതകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവം അവസരം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എത്ര വലിയവനാണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും പ്രിയ ആൻറ്റിയുടെ വാക്കുകളിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഈ സാക്ഷ്യം ആൻറ്റിയുടെ ജീവിതത്തിൽ മാത്രമല്ല, അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയുവാൻ, അടുത്തറിയുവാൻ ഒരു മുഖാന്തരമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിവിധ വേദങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആവശ്യത്തിലധികം നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. രഹസ്യവും പരസ്യവുമായി അതിലെല്ലാം ഒളിഞ്ഞും മറഞ്ഞും അതിനകത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ആ യേശു കർത്താവിനെ കണ്ടെത്തുവാൻ അനേക പ്രിയപ്പെട്ടവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അത് വായിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്കെങ്കിലും സത്യദൈവമായ നിത്യജീവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുവാൻ, അടുത്തറിയുവാൻ അവരുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ശമരിയ സ്ത്രീ കർത്താവായ യേശു ക്രിസ്തുവിനെ കിണറ്റിൻ്റെ അരികിൽ വെച്ച് പരിചയപ്പെട്ടതുപോലെ അല്പസമയം സംസാരിച്ചു കഴിയുമ്പോൾ യേശുവിൻ്റെ ശബ്ദം അവൾ തിരിച്ചറിയുക, അവൾ യേശു ആരെന്ന് തിരിച്ചറിയുക. അവൾ കൊണ്ടുവന്ന പാത്രം അവിടെ വെച്ചിട്ട് അവളുടെ ഗ്രാമത്തിലേക്ക് അവൾ ഓടിപ്പോവുക. ഗ്രാമത്തിലുള്ള അവളുടെ സുഹൃത്തുക്കളോട്, നാട്ടുകാരോട്, വീട്ടുകാരോടെല്ലാം ഞാൻ മശിഹായെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് അവൻ്റെ അടുക്കലേക്ക് ജനത്തെ പറഞ്ഞു വിടുക. അവരൊരുമിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവർ തന്നെ പറയുക, ഇനി നീ പറഞ്ഞിട്ടല്ല, ഞങ്ങൾ വാസ്തവത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇനി നീ പറഞ്ഞല്ല, ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. പ്രിയ ആൻറ്റിയുടെ ജീവിതത്തിൽ ഈ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നു. ഒരുപക്ഷെങ്കിൽ ആ പോട്ട ആശ്രമത്തിൽ ചെന്ന് അവിടെ ഉണ്ടായ ആത്മീയ കൂട്ടായ്മകളിലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാൻ ഇടയായി തീർന്നത്. കർത്താവിൻ്റെ ദാസൻ അരവിന്ദാക്ഷൻ മേനോൻ്റെ സാക്ഷ്യമൊക്കെ കേട്ടു. എന്നാൽ അദ്ദേഹം തൻ്റെ ജീവിതാനുഭവവും സാക്ഷ്യവും അനുഭവത്തിലൂടെ പറഞ്ഞുവെങ്കിലും വാസ്തവത്തിൽ യേശു കർത്താവ് ആൻറ്റിയോട് സംസാരിക്കുകയായിരുന്നു, ആൻറ്റിയെ തേടി വരികയായിരുന്നു. ശമരിയ സ്ത്രീ ആ കിണറ്റിൻ്റെ വക്കിൽ വന്നതുപോലെ പ്രിയ സുലേഖ ആൻറ്റി ആ ഓട്ട ആശ്രമത്തിലെ മീറ്റിങ്ങിൽ അവിടെ ചെന്നു എന്ന് മാത്രം. അവിടെ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി. കർത്താവായ യേശു ക്രിസ്തു അന്ന് മുതൽ ഇന്ന് വരെ സ്വാധീനം ചെലുത്തുവാനിടയായി തീർന്ന ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും പറയുകയുണ്ടായി. ഇത് കേൾക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ ആൻറ്റിയുടെ ജീവിതത്തെ, ആൻറ്റിയുടെ കുടുംബത്തെ, ജീവിത പങ്കാളി, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ, സഹോദരങ്ങൾ, മറ്റു പ്രിയപ്പെട്ടവർ, കുടുംബത്തിലെ ഒരുപാട് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ മുഖാന്തരമായി തീർന്നു. ആ ശമരിയ സ്ത്രീ തൻ്റെ ഗ്രാമത്തിലുള്ളവർക്ക് പരിചയപ്പെടുത്തിയതുപോലെ ആൻറ്റിയുടെ കുടുംബത്തിലെ അനേക പ്രിയപ്പെട്ടവർ യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നു. അനേക ജയിലറകളിലും അനേക ഗ്രാമങ്ങളിലും അനേക തെരുവീതികളിലും അനേക വേദികളിലും കർത്താവിനെ ഉയർത്തുവാൻ ഇതിനോടകം കർത്താവ് കൃപ ചെയ്തല്ലോ. കർത്താവിൻ്റെ ദാസി ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, ആവോളം കർത്താവിനെ സാക്ഷീകരിപ്പാൻ ഏറെ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല അരോമ TVയുടെ പ്രേക്ഷകർക്കും
ഇതൊരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം നിങ്ങൾക്കും ഒരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം കഴിയും. നിങ്ങളേത് വിശ്വാസത്തിൽ നിൽക്കുന്നവരായിരുന്നു, നിങ്ങളേത് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നവരായിരുന്നാലും, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ വായിക്കുന്ന പുസ്തകത്തിനകത്ത് തെളിഞ്ഞും ഒളിഞ്ഞും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾ ആ യേശുവിനെ കണ്ടെത്തുക, ആ യേശുവിനെ തിരിച്ചറിയുക. ആ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ, വലിയ മാറ്റം വരുത്തുവാൻ, എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തുവാൻ ഇടയായിത്തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആയാൽ ഞങ്ങളുടെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഇടയായിത്തീരട്ടെ. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കൂ. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നിങ്ങൾക്കും ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കാവുന്നതാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com